ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിസിനസ് ടാലന്റ് ഹണ്ട് ഷോ ആയിട്ടുള്ള എയ്മർ യങ് സിഇഒ എനർജൈസ്ഡ് ബൈ മീഡിയ വണ്ണിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ ബിസിനസ് ഹിസ്റ്ററിനെ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് ഉയർത്താൻ സാധ്യതയുള്ള ആ ഒരു സിഇഒ ആരാണെന്നുള്ള ഹണ്ടിലാണ് നമ്മൾ. സോ സ്വാഗതം ചെയ്യാം മുഹമ്മദ് യാസിൻ എന്നെ ഓൺ ടു ദ സ്റ്റേജ്. യെസ്, മുഹമ്മദ് യാസിൻ എന്നെ അല്ലേ? എവിടെ നിന്നാ വരുന്നേ? ഞാൻ കാഞ്ഞിരപ്പള്ളി, കോട്ടയം. കോട്ടയം, ഓക്കെ. എന്ത് ബിസിനസ് കോൺസെപ്റ്റ് ആണ് യാസിൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്? സോ എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടൂളാണ്. ഇപ്പം നമുക്കറിയാം കേരളത്തിലാണെങ്കിലും ഇന്ത്യയുടെ പല പാർട്സിലാണെങ്കിലും പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാറുണ്ട്. സോ അവിടെ ഉണ്ടാകുന്ന മിറ്റിഗേഷൻ അതുപോലെ തന്നെ ആഫ്റ്റർ ഡിസാസ്റ്റർ പ്രോസസ്സസിനെ ഈസി ആക്കാനുള്ള ഒരു ടെക്കാണ് ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ആസ് എ മലയാളി നമുക്ക് 2018 ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇയറാണ്. കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ഫ്ലഡ്സിലൊന്ന് 2018 ഉണ്ടായത്. അതിന് തൊട്ട് മുമ്പ് തന്നെ തായ്ലൻഡിൽ ഒരു കേവ് റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ ആ തായ് കേവ് റെസ്ക്യൂ ഓപ്പറേഷനിൽ ഒരു റെസ്ക്യൂവറിന് മരണപ്പെട്ടു. അത് അയാളുടെ പേരാണ് സമാൻ കുനാൻ. സോ ആ ഒരു ഇൻസിഡൻറ്റിൽ ഇൻസ്പയർ ആയാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സോ ഞങ്ങളുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഓൾ ഇന്ത്യ ഓൾ വേൾഡ് ഉണ്ടാകാറുണ്ട്. സോ അതിനുശേഷം ഉണ്ടാകുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ ആക്ടിവിറ്റീസിന് പ്രോപ്പറായിട്ടുള്ളൊരു ടെക്നിക്സ് ഇല്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ചൂരൽമല ഡിസാസ്റ്റർ ആണെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ടൈം വേസ്റ്റേജ് ഉണ്ടാകാൻ കാരണം ഇപ്പോൾ സോയിലിൻ്റെ അടിയിൽ ആരെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ ആനിമൽ ആണോ ഹ്യൂമൻ ആണോ എന്ന് അറിയാൻ പറ്റില്ല, അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. സോ ഞങ്ങളുടെ പ്രോജക്റ്റ് വെച്ച് ഫോക്കസ് ചെയ്യുന്ന അതിനെ എല്ലാത്തിനെയും ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. So we are actually focusing on other problems too. First one is saving lives. Of course, time matter ചെയ്ത് മാക്സിമം സ്പീഡായിട്ട് തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ റെഡ്യൂസ് റിസ്ക് ടു റെസ്ക്യൂവേഴ്സ്. ഇപ്പം നമുക്കറിയാം ഈ ചൂരൽമല ഡിസാസ്റ്റർ ഓപ്പറേഷനിലാണെങ്കിലും പല റെസ്ക്യൂവേഴ്സിനും പരിക്കുണ്ടായിട്ടുണ്ട്. സോ അവരുടെ കാഷ്വാലിറ്റീസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കാണെങ്കിൽ എഫിഷ്യൻസി, സ്പീഡ് ആൻഡ് എഫിഷ്യൻസി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നെറ്റ്വർക്ക് കണക്ഷനും ഈ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഞങ്ങളുടേത്. സോ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്ന ബേസിക്കലി ഒരു ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്ത ഒരു സെൻസറിൻ്റെ ബേസിസിലാണ്. സോ ഈ സെൻസറിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 meters, ഇപ്പോൾ ഞങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് 3 meters ആണ്. 3 meters ഡെപ്തിൽ വരെ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഫ്ലഡ് അല്ലെങ്കിൽ എർത്ത് കഴിഞ്ഞിട്ട് ഡിബ്രിയുടെ അടിയിലോ ലാൻഡ് സ്ലൈഡിലോ സോയിലിൻ്റെ അടിയിലോ ആരെങ്കിലും ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഹ്യൂമൻ ആണോ ആനിമൽ ആണോ എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ റിയൽ ടൈമിൽ അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നും അനലൈസ് ചെയ്ത് നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും. AI സിസ്റ്റം തന്നെ നമുക്ക് അതിനുള്ള ഡേറ്റാസ് തരും. സോ ഞങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസ് ആണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. കറൻ്റ്ലി ഞങ്ങൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയായിട്ട് ടോക്സിലുണ്ട്. സോ ദേ ആർ വില്ലിംഗ് ടു ടേക്ക് ഇറ്റ്. ആൻഡ് ഇത് ഇനീഷ്യൽ സ്റ്റേജസിലായിട്ടേ ഉള്ളൂ, നോട്ട് ദ ഫൈനൽ സ്റ്റേജ്. ദെൻ റെസ്ക്യൂ ടീംസ് പ്രൈവറ്റ് റെസ്ക്യൂ ഫേംസുമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദേ ആർ ഓൾസോ വില്ലിംഗ് ടു ടേക്ക് ഇറ്റ്. Then military and defense forces for war and other scenarios. Then telecom companies for re-establishment of internet connections. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സീസിലും അതുപോലെ തന്നെ നമ്മുടെ കടൽ തീരങ്ങളിൽ പലതരത്തിലുള്ള ആക്സിഡൻറ്റ്സ് ഉണ്ടാകാറുണ്ട്. സോ അവിടെ നമുക്ക് ലൈഫ് ഗാർഡ്സ് ആയിട്ടും ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്സിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പല യൂസസിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ കമ്മിങ് ടുവേർഡ്സ് അവർ തീം, കറൻ്റ്ലി ഞാൻ ഇത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. സോ ആ ഒരു ടൈമിൽ ആക്ച്വലി ഇതൊരു ജസ്റ്റ് ഈ തായ് കേവ് റെസ്ക്യൂ ഓപ്പറേഷൻ ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞ് കേവിലോട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ഉള്ള രീതിയിലായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. പിന്നെ എർത്ത് ക്വേക്ക് ലാൻഡ് സ്ലൈഡ് എല്ലാം അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത സിസ്റ്റംസ് ആണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡിസൈൻ. ഇത് ആക്ച്വലി ഞങ്ങൾ IIT ഗുവാഹട്ടിയിൽ നിന്ന് ഡിസൈൻ ചെയ്തെടുത്തതാണ്. യെസ് യാസിൻ, അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തു. സോ ഇനി നമ്മള് ജഡ്ജസിന്റെ ഒപ്പീനിയൻസിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കോൺഫിഡന്റ് ആയിരുന്നു? സാറ്റിസ്ഫൈഡ് ആയിട്ട് പ്രസന്റ് ചെയ്തു? ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ജഡ്ജസ്. ഇത് നിങ്ങൾ ഇതിന്റെ ഡിവൈസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞോ? സർ, ഞങ്ങൾ ആക്ച്വലി ഒരു പ്രോട്ടോടൈപ്പ് ബിൽഡിങ്ങിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ 3 meters വരെ ഡെപ്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ഞങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. യാ, ഓക്കെ. ഇതിൻ്റെ വല്ല സാമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തോ? അതിൻ്റെ
സർ ഞങ്ങൾ ആക്ച്വലി ഇതിൻ്റെ ടെസ്റ്റ് നടത്തിയത് IIT ഗുവാഹട്ടിയിലാണ്. IIT ഗുവാഹട്ടിയിൽ ആക്ച്വലി ഞങ്ങൾ ഇതിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ ദേ ബിക്കെയിം ഇൻട്രസ്റ്റഡ് ആൻഡ് ഹെൽപ് us to build it. ഞങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണ് ഇതിന്റെ ഫ്യൂച്ചർ ബിസിനസ് സാധ്യതകളൊക്കെ? ഫ്യൂച്ചർ ബിസിനസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സെയിൽസ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ് ഏജൻസീസിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെയിൽസ് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽസ് ലീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രൈവറ്റ് റെസ്ക്യൂ ഫോംസ് ഉണ്ട്. ഞങ്ങൾ പ്രൈവറ്റ് റെസ്ക്യൂ ഫോംസുമായിട്ടും കോൺടാക്ട് ചെയ്തിരുന്നു. സോ ദേ ആർ ഓൾസോ വില്ലിംഗ് ടു ടേക്ക് ഇറ്റ്. പക്ഷേ അവർക്ക് ഇത്രയും അറ്റ് എ ടൈം ഒരു ബഡ്ജറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ലീസ് ചെയ്ത് മോഡൽസ് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ മെയിൻ്റനൻസ് ആൻഡ് അതർ ഓപ്പറേഷൻസ്. പിന്നെ ഇതിനു വേണ്ടി തന്നെ ട്രെയിനിങ്സ് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഇതിന് കേപ്പബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനുള്ള ട്രെയിനിങ്സ്, അതുപോലുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജി ട്രാൻസ്ഫറിനും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. യസീൻ, ഇതിൻ്റെ കോർ എന്താണ്? നിങ്ങൾ ഒരു അൾട്രാസൗണ്ട് സെൻസേഴ്സ് ആണോ, അല്ല ഇതിൻ്റെ കോർ ടെക്നോളജി? ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഡ്രോണും കാണിച്ചിട്ടുണ്ട്, നിങ്ങളൊരു റോബോവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കോർ ടെക്നോളജി എന്ന് പറയുമോ? സോ സർ ബേസിക്കലി ഞങ്ങളെന്ന് പറയുന്ന ഇത് ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ സോൺ ആണെങ്കിൽ അവിടെ ഒരിക്കലും ഒരു നോർമൽ ആയിട്ടുള്ള റോവർ അല്ലെങ്കിൽ കറൻ്റ് ഉള്ള ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർസിന് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ല. കാരണം അത് സിങ്ക് ചെയ്യുന്ന ഒരു ലാൻഡ് ആയിരിക്കും. ഞാൻ അത് നേരിട്ട് കണ്ടുകൊണ്ട് പറയുകയാണ്. സോ ആ സിങ്ക് ചെയ്യുന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡ്രോൺ. സോ ഡ്രോൺ ഞങ്ങളുടെ സെൻസേഴ്സിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുമായിരിക്കും. സോ ഈ സെൻസർ വെച്ച് ഹോൾ ഏരിയ മാപ്പ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ലാൻഡിന് അടിയിലുള്ള വോയിഡ്സ് കണ്ടുപിടിക്കും. സോ ആ വോയിഡ്സിനനുസരിച്ച് വോയിഡ്സിൽ അടുത്ത ലെവൽ ഓഫ് ഞങ്ങളുടെ സെൻസേഴ്സ് വെച്ച് സ്കാൻ ചെയ്യും. സോ അവിടെ ഒരു ഹ്യൂമൻ ആണോ ആനിമൽ ആണോ എന്ന് AI സിസ്റ്റം, ഞങ്ങളുടെ തന്നെ ഡെവലപ്പ് ചെയ്ത AI സിസ്റ്റം യൂസ് ചെയ്ത് മാപ്പ് ചെയ്തെടുക്കും. സോ ആ മാപ്പിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഹ്യൂമൻ ആണോ ആനിമൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് അറിയാൻ വേണ്ടി അതൊരു 2 meters ഡെപ്തിലേ പറ്റത്തുള്ളൂ. മാക്സിമം ഞങ്ങൾ അത്രയാണ് അച്ചീവ് ചെയ്തത്. സോ ആ 2 meters ഡെപ്തിൽ അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് അറിയാൻ വേണ്ടിയും ചില സ്പെഷ്യലൈസ് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഓൾറെഡി ഉള്ള ടെക്നോളജി ആണല്ലോ. ഇപ്പോൾ ഗ്രൗണ്ട് ബ്രേക്കിംഗ് റഡാർ സിസ്റ്റം ഓൾറെഡി ഉണ്ട്. ഇതിലിപ്പോൾ യുണീക്ക് ആയിട്ടുള്ള എന്താണ്? സോ സർ, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഞാൻ ചൂരൽമല ഡിസാസ്റ്ററിലുണ്ടായിരുന്ന ഞങ്ങൾ ആക്ച്വലി ഈ 5 years ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സർവീസ് അപ് ടു ഡേറ്റ് ആയിട്ട് നടത്തിക്കൊണ്ടേയിരുന്നു. സോ ഈ സർവീസിലെല്ലാം ഞങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീംസ്, പ്രൈവറ്റ് റെസ്ക്യൂ ഫോംസ്, അതുപോലെ എല്ലാ ഫേംസിനെയും ഞങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. സോ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ചൂരൽമല ഡിസാസ്റ്ററിൽ ഉണ്ടായതെന്നു വെച്ചാൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. ആ റെസ്ക്യൂവിൽ ഓർമ്മയുണ്ടെങ്കിൽ അറിയായിരിക്കും, ഈ ന്യൂസിലെല്ലാം വന്നിരുന്നു. റെസ്ക്യൂവിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴത്തേനും കുറേ നേരം നമുക്ക് വേസ്റ്റ് ആയി. അവിടെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഒരു സിഗ്നൽ കാണിച്ചു. പക്ഷേ അറ്റ് ലാസ്റ്റ് നമ്മളവിടെ ഒത്തിരി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കുഴിച്ചു വന്നപ്പോഴത്തേനും അവിടെ ഒരു കൗവിൻ്റെ ഡെഡ് ബോഡി മാത്രമായിരുന്നു. സോ അത്രയും ടൈം നമുക്ക് വേസ്റ്റേജ് ഉണ്ടാകുകയാണ്. സോ അതിനെയാണ് ഞങ്ങൾ ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിൽ AI യൂസ് ചെയ്യുന്നുണ്ടോ? AI യൂസ് ചെയ്യുന്നുണ്ട്. അത് മാപ്പിങ്ങിന് വേണ്ടിയാണ് സർ. ഈ സെൻസർ ഇൻപുട്ട്സ് ചെയ്യുന്ന സെൻസർ ഔട്ട്പുട്ട്സ് നമുക്ക് മാപ്പ് ചെയ്ത് അതൊരു ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ആണോ ആനിമൽ ആണോ എന്ന് മാപ്പ് ചെയ്യാൻ വേണ്ടിയും, അതുപോലെ തന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ലിവിങ് ആണെങ്കിൽ ലിവിങ്ങിന് പ്രയോറിറ്റി കൊടുക്കും, നോൺ ലിവിങ് ആണെങ്കിൽ നോൺ ലിവിങ്ങിന് പ്രയോറിറ്റി, ആനിമൽ ഹ്യൂമൻ ലൈക്ക് ഹ്യൂമൻ ലിവിങ് നോൺ ലിവിങ് ഫസ്റ്റ് പ്രയോറിറ്റി, ആനിമൽ ലിവിങ് നോൺ ലിവിങ് പ്രയോറിറ്റി, അങ്ങനെ പ്രയോറിറ്റി അസൈൻ ചെയ്ത് നമുക്ക് റെസ്ക്യൂവേഴ്സിൻ്റെ ഡിവൈസിൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ IP എന്ന് പറയുന്നത് നിങ്ങളുടെ AI വെച്ചിട്ട് ഗ്രൗണ്ട് പ്രിന്റഡ് റഡാർ ഇതിൻ്റെ എന്താണെന്നുള്ള സോ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർസ് അല്ല ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഡയറക്ട്ലി. ഞങ്ങൾ തന്നെ ഒരു സെൻസർ മോഡിഫൈ ചെയ്ത് ടോട്ടലി ഡെവലപ്പ് ചെയ്തെടുത്തു ഫ്രം സ്ക്രാച്ച്. അതിന് യൂസ് ചെയ്താണ് ഈ മോഡൽസ് ക്രിയേറ്റ് ചെയ്യും. സ്പെഷ്യലൈസ്ഡ് റേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ യാസിന് ഈ ബിസിനസ്സൊക്കെ തുടങ്ങി വിജയിച്ച് വലിയ ആളായി എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ യാസിൻ്റെ ഈ ബിസിനസ്സിൽ നിന്നുള്ളൊരു എക്സിറ്റ് പോയിന്റ് എന്തായിരിക്കും? 10 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞു, ആശയൊക്കെ വിജയിച്ച് പൈസക്കാരനൊക്കെ ആയി, കാറായി, വീടായി ഒക്കെ ആയി. സോ വാട്ട് ഈസ് യുവർ എക്സിറ്റ് പ്ലാൻ? സോ 10 years കഴിഞ്ഞിട്ട് ഞാൻ അത്രയും ഫാർ ആയിട്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ റൈറ്റ് നൗ എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 10 years കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത് വിടില്ല. കാരണം ഞാൻ ആക്ച്വലി ഇത് 5th standard സ്റ്റാർട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. ആ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ഞാൻ ഇപ്പോൾ 12th കഴിഞ്ഞു. ഓൾമോസ്റ്റ് 7.5 years ആയി ഈ പ്രോജക്റ്റിൻ്റെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്. പല സർവീസ്, പല ഏരിയാസ്. സോ എനിക്ക് ഒരിക്കലും ഇത് വിടാൻ പറ്റുമെന്ന് കറൻ്റ്ലി ഒരു വമ്പൻ സ്രാവ് വമ്പൻ ചാക്കുമായിട്ട് വന്നാലോ? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റി ഷെയറിങ്ങിനൊക്കെ ഓക്കെയാണ്. പക്ഷേ എനിക്ക് കംപ്ലീറ്റ്ലി എഴുതിത്തള്ളാൻ പറ്റത്തില്ലാത്ത ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇതൊരിക്കലും നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. ബിൽഡ് സെൽ അല്ല കൺസെപ്റ്റ് അല്ല. ഞങ്ങൾ ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്ന സർവീസ് തന്നെയാണ്. അതിന് പുറത്ത് അഫ്കോഴ്സ് ഇൻകം സസ്റ്റെയിൻ ചെയ്യണമല്ലോ. സോ അതിന് ബേസിക്കലി സോഫ്റ്റ്വെയറിലാണോ ഫോക്കസ് ചെയ്യണത്, ഹാർഡ്വെയറിലാണോ ഫോക്കസ് ചെയ്യണത്? ബോത്ത്. ബിക്കോസ് ഇപ്പോൾ ഉള്ള ഹാർഡ്വെയർ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർസ് തന്നെ more than 16-17 lakhs ആവും.
സോ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഇപ്പോൾ ചൈനീസ് ഡീലേഴ്സ്, അമേരിക്കൻ ഡീലേഴ്സ് പോലെയുള്ള ഡീലേഴ്സുമായിട്ട് സംസാരിച്ചു. സോ അവരെ എല്ലാവരുടെയും കോസ്റ്റ് കട്ടിങ് നടത്തിയിട്ട് സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ് ചെയ്യാതെ ഞങ്ങൾ ഹാർഡ്വെയർ ബിൽഡ് ചെയ്യുന്ന വിത്തിൻ ഒരു 18 lakhs ബഡ്ജറ്റിൽ നമുക്ക് ഹാർഡ്വെയർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സോഫ്റ്റ്വെയറിലോട്ട് വരുമ്പോൾ അതൊരു 12-13 lakhs അതും തീർക്കാൻ പറ്റും. സോ മാക്സിമം ഒരു 30-32 lakhs ഫുൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. ഇനീഷ്യൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനീഷ്യൽ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് വരുന്നത്? ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എത്ര ശതമാനം ഇക്വിറ്റി കൊടുക്കാം നമുക്ക്? ഒരു മോർ ദാൻ ഒരു 1 CR ഇൻവെസ്റ്റ്മെൻറ്റ് വരുവാണെങ്കിൽ നമുക്കൊരു 20% മാക്സിമം. അഫ്കോഴ്സ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഗവൺമെൻറ് ഫോംസിനും എല്ലാത്തിനും ഷെയർസ് കൊടുത്തിട്ട് നമുക്കൊരു 20% ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി മാറ്റി വെക്കാമെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു മനസ്സിൽ. ബട്ട് ദാറ്റ്സ് നോട്ട് യെറ്റ് ഫൈനലൈസ്ഡ്. ഇപ്പോൾ പ്രോട്ടോടൈപ്പ് റെഡി ആയിട്ടുണ്ടോ? യെസ് സർ. ഏത് സ്റ്റേജിലാണുള്ളത്? പ്രോട്ടോടൈപ്പ് ആക്ച്വലി വർക്കിംഗ് സ്റ്റേജിലാണ്. നമുക്കിപ്പോൾ 3 meters ഡെപ്തി വരെ ഫുൾ ഡേറ്റാസ് അനലൈസ് ചെയ്യാൻ പറ്റും. ഇമേജിങ് പോസിബിൾ ആണ്. പിന്നെ ഒരു 2 meters, 2 വരെയല്ല, ഒരു 1.7-1.8 meters വരെ അത് ലിവിംഗ് ആണോ നോൺ ലിവിംഗ് ആണോ എന്നും അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഡ്രോൺ കണക്റ്റഡ് ആണോ? ഡ്രോൺ കണക്റ്റഡ് ആണ്. ലൈക്ക് ഡ്രോൺ സ്കൈയിലായിരിക്കും, എന്നിട്ട് ലാൻഡ് ചെയ്യുന്ന 1.8-1.9. കറക്റ്റ്. ഓക്കെ, ഐ ലൈക്ക് യുവർ പാഷൻ. പാഷനേറ്റ് അബൌട്ട് ദിസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഏറ്റവും ഇഷ്ടപ്പെട്ട ആൻസർ ഏതാണെന്നറിയോ? എത്ര പൈസ കൊണ്ട് ആര് വന്നാലും ഈ സാധനം ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ? താങ്ക്സ്. ദാറ്റ് ഈസ് വെർ യു വിൻ. യു വിൽ മേക്ക് ഇറ്റ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. കേരളത്തിന്റെ എന്ന് തന്നെയല്ല, ദുരന്ത നിവാരണത്തിലേക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. സോ തീർച്ചയായിട്ടും യു വിൽ വിൻ ഇൻ ദാറ്റ് പ്രോജക്റ്റ്. താങ്ക് യു സോ മച്ച്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ബാക്കി ഇനി നമ്മുടെ ജഡ്ജസിന്റെ കയ്യിലാണ്. കാത്തിരിക്കാം ഫോർ ദ റിസൾട്ട്. ഹിയർ വി ഗോ ഫോർ ദ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്. Thank you. Thank you. Let's invite Muhammad Yasin Pikezi onto the stage. So, Muhammad Yasin Pikezi, അല്ലേ? പേരിൽ തന്നെ വലിയൊരു നീട്ടമുണ്ട്. അപ്പോൾ ഈ നീട്ടം ഞാൻ ആ കോൺസെപ്റ്റിലും പ്രതീക്ഷിക്കുകയാണ്. എവിടെ നിന്ന് വരുന്നത്? കണ്ണൂരിൽ നിന്ന്. ഞാൻ ഒരു വലിയ കോൺസെപ്റ്റ് അങ്ങ് പ്രതീക്ഷിക്കുകയാണ്. എന്താണ് ഈ കോൺസെപ്റ്റ്? ഓർഗാനിക്കൽ ഫാം പ്രൊഡക്ട്സിനെ ട്രേസബിൾ ചെയ്യാൻ പറ്റിയ ഒരു QR കോഡ് സിസ്റ്റം. വളരെ കോൺഫിഡൻ്റ് ആണ്. ഗ്രാൻഡ് ഫിനാലെ വേദിയാണ്. സോ 10 പേരിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. മൂവിങ് ഓൺ ടു യുവർ പ്രസന്റേഷൻ. നമ്മളൊക്കെ പലപ്പോഴും കടയിൽ ചെന്ന് ഓർഗാനിക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സ്പൈസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ശരിക്കും ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ ശരിക്കും ഓർഗാനിക് തന്നെയാണ് ഉള്ളത്. ആ ഡൗട്ട് എന്നുള്ളത് ഒരു 2000 കോടിയുടെ പ്രശ്നമാണ്. ആൻഡ് ടുഡേ എക്സാക്ട്ലി ഹൗ ഐ എം സെയിങ് ദാറ്റ് ഹൗ വി ആർ ഗോണ സോൾവ് ദാറ്റ് 2000 crore പ്രോബ്ലം. സോ ഫുഡ് ഫ്രോഡ് എന്നുള്ള ഒരു ചെറിയ ഇഷ്യൂ അല്ല. ഇന്ത്യയിൽ മാത്രം മിസ്ലാബലിങ്ങും അഡൾട്രേഷനൊക്കെ ആയിട്ട് ഫാമേഴ്സിൻ്റെ അടുത്തുനിന്ന് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തൊക്കെ ആയിട്ട് പ്രതിവർഷം 2000 കോടി രൂപയാണ്, 2000 കോടിയോളം വരുന്ന ഒരു മാർജിനാണ് അവർക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഒന്നാമത് ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് അഗ്രികൾച്ചറൽ ഓർഗാനിക്കൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ഫാമേഴ്സിന് അവരൊക്കെ അണ്ടർ പെയ്ഡ് ആണ്. രണ്ടാമത് ഇത്തരത്തിൽ ഓർഗാനിക്കൽ ഫുഡ് പ്രൊഡക്ട്സ് വേണമെന്ന് ഡിമാൻഡുള്ള ആൾക്കാർ അത്തരത്തിൽ നിർബന്ധിതരാക്കപ്പെട്ടുകൊണ്ട് പ്രീമിയം പേ ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. എന്നാൽ ഇത്തരത്തിൽ പ്രീമിയം പേ ചെയ്തുകൊണ്ട് മാത്രമേ ഇവർക്ക് ഓർഗാനിക്കൽ പ്രൊഡക്ട്സ് കിട്ടുന്നു എന്നുള്ളതിൽ യാതൊരു അഷുറൻസും അവർക്കില്ല. സോ ഈ ഒരു സ്പേസിലേക്കാണ് വി ആർ ഇൻട്രൊഡ്യൂസിങ് സ്പേസ് ട്രേസ്, India's first QR-based farm-to-fork traceable space trace system and direct sales platform for organic spices, vegetables and farm products. സോ നമ്മളെ പ്രവർത്തനം എന്നുള്ളത് 3 സ്റ്റെപ്പുകൾ കേന്ദ്രീകരിച്ചിട്ടാണ്. ഒന്നാമത് ട്രേസ്, അഥവാ നമ്മൾ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഫാമേഴ്സ് രജിസ്റ്റർ ചെയ്യുകയാണ്. അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ കംപ്ലീറ്റ് ഒതൻറ്റിസിറ്റി, അവരുടെ മറ്റ് ഓർഗാനിക്കൽ പ്രൊസീജിയേഴ്സ്, പാറ്റേൺസ് എന്നുള്ളതൊക്കെ നമ്മളൊരു തേർഡ് പാർട്ടി ഇൻസ്പെക്ടർ വെച്ച് വെരിഫൈ ചെയ്യും. രണ്ടാമത് അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് നമ്മൾ കളക്ട് ചെയ്യുകയാണ്, അതിനെ പാക്ക് ചെയ്യുകയാണ്, അതിനെ ഗ്രേഡ് ചെയ്യുകയാണ്, അതിനെ സ്കെയിൽ ചെയ്യുകയാണ്. ആൻഡ് വിത്ത് ദാറ്റ് പാക്കേജ് ദർ കുഡ് ബി എ സ്പെഷ്യൽ യുണീക്ക് QR കോഡ്. മൂന്നാമത് ഡയറക്റ്റ് B2B B2C കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് സെല് ചെയ്യുകയാണ്. സോ ഇത് കൺസ്യൂമറുടെ അടുത്തേക്ക് എത്തുകയാണ്. ഈ കൺസ്യൂമറുടെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ പാക്കേജിൽ QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് സ്കാൻ ചെയ്യുന്നതോടുകൂടി കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ആര് പ്രൊഡ്യൂസ് ചെയ്തു, എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തു, എവിടെ പ്രൊഡ്യൂസ് ചെയ്തു, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർക്ക് ലഭ്യമാവുകയാണ്. സോ നമ്മുടെ മാർക്കറ്റ് സ്റ്റാറ്റസ് കോ എന്നുള്ളത് ഇന്ത്യൻ ഓർഗാനിക്കൽ ഫുഡ് മാർക്കറ്റ് എന്നുള്ളത് വളരെയാണ്. ആനുവൽ കോമ്പൗണ്ട് ഗ്രോത്ത് റേറ്റ് എന്നുള്ളത് 25% ആണ്. 75,000 കോടി രൂപ
2028-29 ക്രോസ് ചെയ്യുകയാണ് മാർക്കറ്റ് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ് പോളിസീസൊക്കെ അത്തരത്തിലെ ട്രേസബിലിറ്റിക്ക് വേണ്ടി പുഷ് ചെയ്യുകയാണ്. നമ്മുടെ ടെക്നോളജി വളരുകയാണ്. പ്രത്യേകിച്ചും കൺസ്യൂമേഴ്സ് ഈ ഒരു പോസ്റ്റ് പാൻഡമിക്, പോസ്റ്റ് കോവിഡ്, പോസ്റ്റ് നിപ്പ ഇറകളിൽ അവർ ട്രേസബിൾ ആയിട്ടുള്ള, ഓർഗാനിക് ആയിട്ടുള്ള, ഒതൻറ്റിക് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റുകളിലേക്ക് അവർ മാറുകയാണ്. സോ നമ്മുടെ MVP എന്നുള്ളത് ഒരു ഡിസ്ട്രിക്റ്റ് ഫസ്റ്റ്, ഒരു ഡിസ്ട്രിക്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു ഹബ്ബ് കേന്ദ്രീകരിച്ച്, ഒരു സ്പൈസ് കേന്ദ്രീകരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ തുടങ്ങുക എന്നുള്ളതാണ്. പിന്നീട് മറ്റ് സ്പൈസുകളിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ, പിന്നീട് ലോങ് ടേം ഒരു പ്രോസസ്സിൽ മറ്റ് ഫാം പ്രൊഡക്ട്സുകളിലേക്ക് പ്രോസസ്സ് ചെയ്യുന്ന രീതിയിൽ ഒരു സർവീസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് മോഡലാക്കി കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ കേവലം കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നതിലുപരി വി ആർ എയിമിംഗ് ടു ക്രിയേറ്റ് എ മൂവ്മെന്റ് ഫോർ ട്രസ്റ്റ്, എ മൂവ്മെന്റ് ഫോർ ഫെയ്ത്ത്ഫുൾനെസ്, എ മൂവ്മെന്റ് ദാറ്റ് our next generation can be proud of something of a food system. That's it. Thank you. യെസ് യാസിൻ, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ അവതരിപ്പിച്ചത് അല്ലേ? സോ ഇനി എന്താണ് നമ്മുടെ വിധി എന്നറിയണ്ടേ? എക്സൈറ്റഡ് ആണോ? ടെൻഷൻ ഉണ്ടോ? ഇല്ല, ത്രില്ലാണ്. ഓക്കെ, സോ എനിവേ വെരി ഹാപ്പി ടു സീ യുവർ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അഭിപ്രായങ്ങളിലേക്ക് നീങ്ങാം. ഓവർ ടു യു ജഡ്ജസ്. യാസിൻ, ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇതെങ്ങനെ സ്കെയിലപ്പ് ചെയ്യും? കാരണം നമ്മുടെ ഫാർമേഴ്സൊക്കെ ഇത്രത്തോളം ടെക്നോളജി ആയിട്ട് അറിയില്ല എനിക്ക് അതിനെക്കുറിച്ച്. പക്ഷെ നല്ലൊരു ആശയമാണ്. ഇതെങ്ങനെയാണ് നെക്സ്റ്റ് ലെവൽ? ഇപ്പോൾ ഒരു 1 ഡിസ്ട്രിക്ട് ഏതെങ്കിലും ഡിസ്ട്രിക്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ വയനാട് എന്നുള്ള ഡിസ്ട്രിക്റ്റ് ഇതാക്കിയിട്ട് പെപ്പർ എന്നുള്ള സ്പേസിൽ ഫോക്കസ് ചെയ്തിട്ട് തുടങ്ങാം. അങ്ങനെ ഒരു ഹബ്ബ് കേന്ദ്രീകരിച്ച് തുടങ്ങാം. പിന്നീട് ബാക്കിയുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യാന്നുള്ള പ്രോസസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, പെപ്പറാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ ടീ ഉണ്ട് വയനാട്ടിൽ തന്നെ പെപ്പർ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊജക്ട് കോസ്റ്റ് ഒക്കെ ഏകദേശം ഐഡിയ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രൊജക്റ്റ് കോസ്റ്റ് എന്നുള്ളത് സദാ ഇത്തരത്തിലുള്ള ഫാം ടു ഫോക്ക് അഥവാ ഡയറക്റ്റ് ഓർഗാനിക്കൽ പ്ലാറ്റ്ഫോമുകളുണ്ട്. വാട്ട് മേക്കസ് ആസ് ഡിഫറൻസ് ഈസ് QR കോഡ്. ആ QR കോഡിനുള്ള കൺസെപ്റ്റ് നമ്മളെ ഡിഫറെൻ്റ് ആക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഇതിൽ വലിയ ചിലവുകളൊന്നും വരുന്നില്ല. നമുക്കൊരു ഹബ്ബ് വേണം, ആ ഹബ്ബിൽ പാക്കേജ്, സ്കൈലിങ്, ഗ്രേഡിങ് എന്നുള്ള സിസ്റ്റങ്ങൾ വേണമെന്നുള്ള അത്തരത്തിലുള്ള പേയ്മെൻറ്റുകൾ നമ്മൾ ഇതാക്കുന്നുള്ളൂ. പിന്നെ ഒരു QR കോഡ് ആകുമ്പോൾ അതിനുള്ള സെർവേഴ്സ്, അതിൻ്റെ കോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യാശം, ഇത് എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത് ഇവിടെ? ഇതിപ്പം ഈ വലിയ വലിയ കമ്പനീസ് ലേബിൾ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓൾ ഓവർ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനീസിൻ്റെ പർച്ചേസ് ഓരോ സ്ഥലത്ത് നിന്ന് ഫാമേഴ്സിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യാം അല്ലേ? ആ പർച്ചേസ് ചെയ്യുന്നതിന് അവരുടേതായിട്ടുള്ള സിസ്റ്റം അനുസരിച്ചിട്ട് ഇപ്പം ഈ പറഞ്ഞ ഓർഗാനിക് ഫാമേഴ്സ് ആണെങ്കിൽ അവരെ കോൺട്രാക്ട് ഫാമേഴ്സ് ഉണ്ടാവും. അവരുടെ അടുത്ത് പർച്ചേസ് ചെയ്തിട്ട് അവർ ലേബിൾ ചെയ്തിട്ട് ഓർഗാനിക് തന്നെ വിൽക്കുമ്പം നിങ്ങളുടെ റോൾ എന്താണ് ഇതിൽ? എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യണത്? അത് ഓർഗാനിക് ആണെന്നുള്ള ഡൗട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി പ്രൂവ് ചെയ്യാന്നുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൺസ്യൂമേഴ്സായിട്ട് ബിൽഡ് ചെയ്യലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല, അതൊരു ഇപ്പോൾ ഒരു കമ്പനി ഓൾറെഡി സ്പൈസസിൻ്റെ ട്രേഡിങ്ങിലുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാനായിട്ട് അവർക്ക് തന്നെ ചെയ്യാനല്ലേ ഉള്ളത്. അവരൊരു QR കോഡ് വെച്ചിട്ട് ഏത് സ്ഥലത്തു നിന്നാണ്, ഏത് റീജിയനിൽ നിന്നാണ്, ഏത് ഫാമിൽ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റ് അവർ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ വലിയ അതിലൊരു ഇൻപുട്ട് ഇല്ലല്ലോ, അതിലൊരു ഇന്നോവേഷൻ ഇല്ലല്ലോ. എന്താണ് നിങ്ങളെ കോൺട്രിബ്യൂഷൻ ഈ ഒരു ഇതിൽ? മറ്റവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്താ നിങ്ങൾ ചെയ്തത്? മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്നുള്ള കൺസെപ്റ്റ് ഇല്ല, മറ്റുള്ളവർ ചെയ്യാത്ത എന്നുള്ള കൺസെപ്റ്റ് ഇല്ല എന്ന് ഞാൻ മുന്നോട്ട് വന്നത്. ഇത് എങ്ങനെയാണ് മോണിറ്റൈസ് ചെയ്യുക? എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് എന്ന നിലയ്ക്ക് എങ്ങനെ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലേ? നിങ്ങൾ എന്ത് സർവീസാണ് ഓഫർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ തന്നെ ടോട്ടലായിട്ടുള്ള ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണോ ഉദ്ദേശം, അല്ലെങ്കിൽ ഈ കമ്പനീസിന് നിങ്ങളെ പ്രോഡക്റ്റ്, ഈ ലേബിൾ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് കൊടുക്കാനാണോ ഉദ്ദേശം? എന്താണ് ബിസിനസ് മോഡൽ? ഫസ്റ്റ് സ്കെയിലിംഗ് എന്നുള്ളത് നമ്മൾ തന്നെ B2C എന്നുള്ള കൺസ്യൂമർ പ്രോസസ്സിലേക്ക് നീങ്ങാനാണ്. പിന്നീട് വലിയ രീതിയിലേക്ക് മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ട്രേസബിൾ സിസ്റ്റത്തിനെ നമുക്ക് പ്രൂവ് ചെയ്യുന്ന രീതിയിലേക്ക് കൺസെപ്റ്റ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആശയം. B2C എന്ന് പറയുമ്പം നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത്, നിങ്ങൾ തന്നെ സ്റ്റോക്ക് ചെയ്ത്, നിങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്ത്, നിങ്ങൾ തന്നെ മാർക്കറ്റ് ഉണ്ടാക്കി, ടോട്ടൽ റൈറ്റ് ഫ്രം ഫാമർ ടു കൺസ്യൂമർ, ടോട്ടലായിട്ടുള്ള ചാനൽസ് കംപ്ലീറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ചാലഞ്ച് ആണോ നിങ്ങൾ നോക്കുന്നത്? ആൻഡ് കോമ്പീറ്റ് വിത്ത് ദ മൾട്ടിനാഷണൽസ്? കേവലം ചെറിയൊരു രീതിയിൽ തുടങ്ങിയിട്ട് അഥവാ ഓർഗാനിക്കൽ ഒതൻറ്റിസിറ്റി എന്നുള്ള ഈ കൺസെപ്റ്റിനെ ജനങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് വാട്ട് വി എയിം ഹിയർ. നിങ്ങളുടെ എന്താണ് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ IP എന്താണ്? നിങ്ങളുടെ ഇന്നോവേഷൻ എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ബാക്കി ഒരു കോപ്പി ചെയ്യാൻ പറ്റാൻ എൻട്രി ബാർ ഇല്ലാത്തതിൽ ഇപ്പം എന്താ ഉള്ളത്? QR കോഡ് സിസ്റ്റം എന്നുള്ളതാണ് ഇന്നോവേറ്റീവായിട്ട് മുന്നോട്ട് വെക്കുന്നത്.
അത് സ്കാൻ ചെയ്താൽ കൺസ്യൂമേഴ്സിന് പൂർണ്ണമായിട്ടും ഡീറ്റെയിൽസ് ലഭിക്കും. അവരുടെ ഫോട്ടോസ്, അവരെവിടെ പ്രൊഡ്യൂസ് ചെയ്തു, എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തു, ഇതിൻ്റെ ഓർഗാനിക്കൽ പ്രോസസ്സ് എന്തൊക്കെയാണുള്ള രീതിയിൽ ഇന്ന് മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഇല്ല. അതിനെ ഇന്നോവേറ്റീവായ രീതിയിൽ മുന്നോട്ട് വെക്കുന്നുള്ള ആശയമാണ്. ചെറിയ പ്രായത്തിൽ +2 കഴിഞ്ഞ പ്രായത്തിൽ തന്നെ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനും ഒക്കെ ഉണ്ടായ ആ ഒരു വികാരം ഉണ്ടാവുമല്ലോ. ആ ഐഡിയയുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞാൽ അതിലേക്ക് ചിന്ത എങ്ങനെ വന്നു? ഈ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് ഫോക്കസ് ചെയ്യാനുള്ള രീതിയിലാണ് എൻ്റെ ആദ്യത്തെ ഐഡിയാസും ആദ്യത്തെ പിച്ചിങ്ങൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വലിയ പ്രൊപ്പോസലായിരുന്നു. അത് സ്കെയിൽ ചെയ്യാൻ പറ്റൂല എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ മെൻറ്റേഴ്സ് അപ്രോച്ച് ചെയ്തപ്പോൾ പിന്നെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടത്തിയിട്ട് ഒരു വലിയ ഗ്യാപ്പ് കണ്ടുപിടിക്കണം. ആ ഗ്യാപ്പിലൂടെ എങ്ങനെയാണ് നമ്മൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫില്ല് ചെയ്യുന്നതിനുള്ള ഇത് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ ബ്രെയിൻ സ്റ്റോമിങ്, റിസർച്ച്. പേഴ്സണലി ഇതുമായിട്ടൊരു ഇമോഷണൽ കണക്ഷനൊന്നും ഇല്ല. ഓക്കെ. ഇപ്പോൾ ഇവിടെ വന്നതേ ഒരു വലിയ വിശാലമായ ബിസിനസ് മോഡലാണ്. അതിൽ ട്രേസബിലിറ്റി, ആപ്പ്, ട്രസ്റ്റ് വർത്തി, അതിൽ പിന്നെ സോഴ്സ് ഫാമിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ മോണിറ്ററിങ്, പിന്നെ അതിൻ്റെ സോഴ്സിങ്, പിന്നെ അതിൻ്റെ റീറ്റെയിലിങ്, പിന്നെ അതിൻ്റെ പിന്നെ ബിറ്റ് അല്ലെങ്കിൽ ട്രേഡിങ്. ഒരു 5-6 ആഗോള ബിസിനസ്സിൻ്റെ ഒരു എന്താണ് പറയുക, ഒരു സമ്മറിയാണ് ഇപ്പോൾ പറഞ്ഞത്. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ എവിടെ തുടങ്ങുക? ഹൂ ആർ യു ആക്ച്വലി? എന്താ ബിസിനസ്? വയനാട് ഒരു സർവീസ് ആണോ, ട്രേഡിംഗ് ആണോ, റീറ്റെയിലിംഗ് ആണോ, അല്ലെങ്കിൽ ഈ ഒരു ഓത്തൻറ്റിസിറ്റി ആപ്പാണോ? ഒത്തൻറ്റിസിറ്റീനെ പ്രൊമോട്ട് ചെയ്യാനുള്ള രീതിയിൽ ഫസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് അതിനെ സ്കെയിൽ ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ കുരുമുളക് വാങ്ങി വിൽക്കും, അപ്പോൾ അവിടെ ട്രേഡിംഗ് ഉണ്ട്. നിങ്ങൾ റീറ്റെയിൽ ചെയ്യും. കുരുമുളകിൻ്റെ ഷോപ്പ് ഉണ്ടാവും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത് ഓർഗാനിക് ഫാം കിട്ടുന്ന റീറ്റെയിൽസ് ഉണ്ടാവും. കുറച്ചും കൂടി ഇതിന് കട്ട് ഷോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ബേസിക്കലി ഇവിടെ നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഓർഗാനിക് ആയിട്ടുള്ള ഒരു സാധനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ആപ്പ് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അതിന് ഓർഗാനിക് ആയിട്ട് ഇന്ത്യക്കാർ പറയാവൂ. അത്തരത്തിലൊരു സർവീസ് സിസ്റ്റം ആക്കിയിട്ട് ലോങ് ടേമിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആക്കിയാൽ എനിക്ക് നന്ന്. അതായത് ഇന്ത്യയിൽ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഓക്കെ, അണ്ടർസ്റ്റുഡ്. ക്ലാരിറ്റി കൊണ്ടുവരണം മോനെ. ആ ബിസിനസ് മോഡലിൽ ക്ലാരിറ്റി കമ്മിയുണ്ട്. B2B സർവീസസ് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഏജൻസി അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കമ്പനി ആൻഡ് സപ്ലൈ ടു ഡിഫറെൻറ്റ് ബിസിനസ്, അതർ ബിസിനസ് എന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ ഒരു റിസ്ട്രിക്റ്റ് ചെയ്ത ഒരു ഫീൽഡിലേക്ക് വരും. മറ്റത് റൈറ്റ് ഫ്രം ഫാമിംഗ് ടു കൺസ്യൂമറിലേക്കുള്ള ചാനൽസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. താങ്ക് യു ഫോർ ദാറ്റ് സജഷൻ. യാസിൻ, കുറച്ചുകൂടിയൊക്കെ ക്ലാരിറ്റി വന്നില്ലേ യാസിന്റെ ഒരു ബിസിനസ് കോൺസെപ്റ്റിന്? ക്ലാരിറ്റി വന്നു. നല്ല കോൺഫിഡന്റ് ആയിരുന്നോ പ്രസന്റ് ചെയ്തപ്പോ? ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് കാത്തിരിക്കാനുള്ളത് നമ്മുടെ ജഡ്ജസിന്റെ വിധിക്കായിട്ടാണ്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. We will go on to next. All the best. Thank you. Yes, ladies and gentlemen, Aimer Young CEO energized by Media One-ലേക്ക് ഇനി അടുത്തതായി എത്താൻ പോകുന്നത് ഒന്നല്ല മറിച്ച് 4 ചുണക്കുട്ടന്മാരാണ്. നാളെയുടെ ബിസിനസ് ലോകത്തെ നയിക്കാൻ കെൽപ്പുള്ള 4 നേതാക്കൾ. യെസ്, സ്വപ്നങ്ങൾക്കപ്പുറം ചിന്തകളെ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റി വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്ന ഈ 4 ചുണക്കുട്ടന്മാർ രാജകീയമായി വരുന്നത് രാജഗിരി പബ്ലിക് സ്കൂളിൽ നിന്നാണ്. ലെറ്റ്സ് ഇൻവൈറ്റ് ജസ്വിൻ, നിതിൻ, അദ്വൈത് ആൻഡ് ജോസഫ് ഓൺ ടു അവർ ഡയസ്. നാല് പേരാണ് അല്ലേ? ഓക്കെ, സോ യു ആർ കമ്മിങ് ഫ്രം രാജഗിരി പബ്ലിക് സ്കൂൾ, റൈറ്റ്? യെസ്. എന്താണ് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ്, ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഓക്കെ, സോ ഒരു സെൽഫ് ക്ലീനിങ് ടോയ്ലറ്റ്സ് ആണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഓട്ടോമേഷനും സെൻസേഴ്സും അഡ്വാൻസ് ടെക്നോളജി വെച്ചിട്ട് ഒരു സെൽഫ് ക്ലീനിങ് ടോയ്ലറ്റ്. ഓൾറൈറ്റ്. 4 പേരും കൊച്ചിയിൽ നിന്ന് തന്നെയാണോ വരുന്നത്? ഓൾറൈറ്റ്. സോ ഇന്നത്തെ ഈ ഒരു വേദി അല്ലെ ഗ്രാൻഡ് ഫിനാലെയുടെ ഏറ്റവും വലിയൊരു വേദിയാണ്. സോ ഇന്ന് ആരാണ് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത്? അദ്വൈതാണ് പ്രസന്റ് ചെയ്യുന്നത്. സോ അദ്വൈത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട് അല്ലേ, വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ ജഡ്ജസിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കോൺസെപ്റ്റ് വിജയിക്കട്ടെ. സോ ഓൺ ബിഹാഫ് ഓഫ് ജഡ്ജസ് യു ആർ പ്രസന്റിങ് യുവർ വണ്ടർഫുൾ കോൺസെപ്റ്റ്. നമസ്കാരം ജഡ്ജസ്. സോ ഫ്യൂ മന്ത്സ് ബിഫോർ ഞങ്ങൾ മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു, ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ സെയിം ടീം. സോ ഞങ്ങൾ ട്രാവൽ ചെയ്തത് ഇന്ത്യൻ റെയിൽവേ വെച്ചിട്ടാണ്. സോ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റ്സ് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, ഭയങ്കര പത്തറ്റിക് സിറ്റുവേഷനാണ്.
ഒട്ടും ഹൈജീൻ അല്ല, ഒട്ടും വൃത്തിയില്ല. സോ ഇതുകൊണ്ടുള്ള പ്രോബ്ലംസ്, ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഫാമിലി കുട്ടികളുള്ള ഫാമിലി ആവാം, വയസ്സായവരുള്ള ഫാമിലി ആവാം. സോ ഇവർ ഒരു വാഷ്റൂമിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ വൃത്തിയില്ലെങ്കിൽ ആരും യൂസ് ചെയ്യില്ല. ഇറ്റ്സ് എ സിമ്പിൾ കോൺസെപ്റ്റ്. സോ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഹൈജീൻ അല്ല എങ്കിൽ ഡിസീസസ്, പാത്തജൻസ്, അസുഖങ്ങൾ വർദ്ധിക്കും, യൂറിനറി ഇൻഫെക്ഷൻ, അങ്ങനത്തെ കുറേ. സോ അതൊരു പ്രോബ്ലമാണ്. സോ ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് തിരിച്ചു വന്ന വഴിയാണ് ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നത്. ദാറ്റ് ഇസ് എക്ക, ഒരു സെൽഫ് ക്ലീനിങ് ഓട്ടോമേറ്റഡ് ടോയ്ലറ്റ്. സോ നമുക്ക് നേരെ അതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തിങ് ഇസ് നമ്മളൊരു ഹൈ പ്രഷർ പമ്പ് വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലീൻ ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ലോഷൻസ് വെച്ചിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ക്ലീൻ ചെയ്യുന്നു. തേർഡ് പിന്നെയും ഒരു റിപ്പീറ്റ് വാട്ടർ സൈക്കിളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് UV ലൈറ്റിംഗ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നു. ആൻഡ് ദ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് ഇസ് ഹീറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു ഹോൾ പ്രോസസ്സ് വിൽ ടേക്ക് 40 to 60 seconds ആൻഡ് ദെൻ ഇറ്റ് ഇസ് റെഡി ഫോർ യൂസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ലൈക്ക് നമുക്ക് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം. സോ ഞങ്ങളിത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുമ്പോൾ ഹൈ ഫുഡ് ഫോൾസ് ഉള്ള ഏരിയാസ്, വെദർ ഇറ്റ്സ് പ്രൈവറ്റ് ഓർ പബ്ലിക്. മോൾസ് ആവാം, ഹൈപ്പർ മാർക്കറ്റ്സ് ആവാം, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻസ് ആവാം, ബസ് സ്റ്റേഷൻസ് ആവാം, അങ്ങനെ ഏതൊരു സ്ഥലത്തും. സോ ഇത് ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് ഒരു നോർമൽ ടോയ്ലറ്റിനെ ലൈക്ക് ഞങ്ങളുടെ പ്രോജക്റ്റ് എങ്ങനെ യൂണീക്ക് ആവുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ് ഇസ് നോർമൽ ടോയ്ലറ്റിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ്. സെക്കൻഡ് ഇസ് ഹൈജീൻ കുറവാണ്. തേർഡ് ഇസ് ഹൈ ഇൻറ്റൻസീവ് ലേബർ. സോ ഞങ്ങളിലേക്ക് വരുമ്പോൾ ലെസ് മെയിൻ്റെനൻസ് ആണ്. സെക്കൻഡ് ഇസ് അത്രയും ലേബറിൻ്റെ ആവശ്യമില്ല. പിന്നെ പ്രിസൈസ് ക്ലീനിങ് ആണ് യൂസിങ് അഡ്വാൻസ് ടെക്നോളജീസ് ആൻഡ് 100% ഹൈജീൻ ആയിരിക്കും. യെസ്. സോ ദെൻ ദ ഇമ്പാക്ട്സ്, ഞങ്ങളുടെ പ്രോജക്റ്റിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്ട്സ്. സോ ഫസ്റ്റ് വൺ ഇസ് എ ക്ലീൻ ഹൈജീൻ എൻവയൺമെൻറ്റ്. സെക്കൻഡ് ഇസ് ഇപ്പോൾ ലേബർ കൂടുതൽ വേണമല്ലോ ഇപ്പോൾ നോർമൽ ഇതിന്. സോ ഞങ്ങളുടെയിലേക്ക് വരുമ്പോൾ ഒരു മാനുവൽ ലേബർ കൺട്രോൾ ചെയ്ത് കുറയ്ക്കുക എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ ഇസ് ദ സ്റ്റാൻഡേർഡ്സ്, ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് മില്യൺസ് ഓഫ് പീപ്പിൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അവർക്കൊരു ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. യെസ്. ആൻഡ് ദെൻ ഇതുകൊണ്ട് ഒരു ഫേമിന് അല്ലെങ്കിൽ ഈ എക്ക പർച്ചേസ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിന് എന്ത് പ്രോഫിറ്റ്സ് ആണ് നേടുന്നത്? സോ ഒരു എസ്റ്റിമേറ്റ് നമ്മളൊരു 5 years എടുക്കുകയാണ്. ദേ ആർ യൂസിങ് ദ പ്രൊഡക്റ്റ്. ദേ വിൽ ഗെറ്റ് 5 to 7 lakhs just by the maintenance cut-off. 5 to 7 lakhs just by the maintenance cut-off. So yes, last but not the least, when we approached Aimer, they gave us like opportunity, like they developed our aim, and our aim was to transform the cliche normal toilet into a self-cleaning advanced technologies toilet. Yeah, thank you. സോ ബൈ ദിസ് കോൺസെപ്റ്റ് എന്താണ് സർ ഇതിലൂടെ മുന്നോട്ട് കാണുന്ന ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിന് എത്രത്തോളം റെലവൻസ് കാണുന്നുണ്ട്? അദ്വൈത് ആൻഡ് ടീം, നിങ്ങൾ എടുത്തൊരു ടോപ്പിക്ക് വളരെ ക്രൂഷ്യൽ ടോപ്പിക് തന്നെയാണ്, ഈ ഹൈജീൻ ആൻഡ് ക്ലീൻലിനെസ് ഇൻ പബ്ലിക് ടോയ്ലറ്റ്സ്. പക്ഷേ ഇതിൻ്റെ ബിസിനസ് മോഡൽ എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരണം. ഇത് നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ഇപ്പോൾ എക്സിസ്റ്റിംഗ് കമോഡിനെ മാറ്റിയിട്ട് പുതിയ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള പുതിയ കോൺസെപ്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കിയിട്ട് അത് മാനുഫാക്ചർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആണോ നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? അല്ല ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് കമോഡ്സിനെ മോഡിഫൈ ചെയ്തിട്ടാണോ നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ക്ലാരിറ്റി വേണം. ഇതിൻ്റെ പുതിയ പ്രോഡക്റ്റ് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രോഡക്റ്റിൻ്റെ ഡിസൈനും ആ മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷൻ ആ ചാലഞ്ചിൻ എടുക്കാനുള്ള മൈൻഡ് സെറ്റിലേക്ക് പോകണം. But point is, okay, everyone knows that UV is required to clean the toilets. Heating is required to make it without any water. All that is known fact. But how are you handling it as a business model? You can explain. Sir, mainly our income is generated from 2 different sources. The first one being the product sales. അപ്പോൾ നമ്മളൊരു ടോയ്ലറ്റ് വിൽക്കുകയാണെങ്കിൽ we can get around 5,000 to 6,000 per toilet on basis of profit. And after that ഇതിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് ആൻഡ് മെയിൻ്റെനൻസ് സർവീസസ് അതൊക്കെ നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് എ സാംസങ് വാഷിംഗ് മെഷീൻ, പണ്ടൊക്കെ നമുക്ക് അതിൽ ലിക്വിഡ് വരുന്നത് സാംസങ്ങിന് തന്നെ യൂസ് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരു കോൺസെപ്റ്റിൽ ഇതിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൽ വരുന്ന സർവീസ് കോസ്റ്റും അങ്ങനത്തെ സംഭവങ്ങളും ഒരു ആനുവൽ സർവീസ് പാക്കേജ്, ദാറ്റ് ഇസ് അവർ സെക്കൻഡ് സോഴ്സ് ഓഫ് റവന്യൂ. ദാറ്റ് ഈസ് അവർ സൈഡ് ഫ്രം അവർ സോഴ്സ് ഓഫ് ഇൻകം.
പിന്നെ നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയിൻലി ത്രൂ ഡയറക്റ്റ് ബിസിനസ് പിച്ചസ് ആയിരിക്കും. അതായത് നമ്മളിതൊരു കൺസ്യൂമർ ടൈപ്പ് ഒരു ബ്രാൻഡല്ല, ഇതൊരു D2G ബ്രാൻഡാണ്. കൂടുതൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, മോൾസ്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, നമ്മൾ ഒരു കൂടുതൽ ഹൈ ഫുഡ് ഫോൾ ഉള്ള പ്ലേസസിലാണ് നമ്മളിത് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പം അങ്ങനത്തെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ മാനേജേഴ്സ് ആണെങ്കിലും ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ഇത് സെല് ചെയ്യാൻ നോക്കുന്നത്. ഇതുപോലത്തെ ഈ എല്ലാ ഫെസിലിറ്റീസുള്ള ടോയ്ലറ്റ്സ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ആക്ച്വലി ദർസ് എ കറക്ഷൻ ഓൺ ദാറ്റ്. നമ്മുടെ ഓട്ടോമാറ്റിക് ടോയ്ലറ്റ്സ് അല്ലെങ്കിൽ സെൽഫ് ക്ലീൻ ടോയ്ലറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ടോയ്ലറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് തന്നെ ഇറ്റ്സ് ജസ്റ്റ് എൻ ഓട്ടോമേറ്റഡ് പ്രോസസ്സ്. അതായത് സെൻസേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ടോയ്ലറ്റിലെ വാട്ടർ അവർ പുട്ട് ഡൗൺ ചെയ്യും. അതായത് ബേസിക്കായിട്ട് നമ്മൾ നോർമലായിട്ട് ഫ്ലഷ് ചെയ്യുന്നതിന് പകരം ഓട്ടോമാറ്റിക്കായിട്ട് സെൻസേഴ്സ് വെച്ചിട്ട്. വാട്ട് ഐ മെന്റ് വാസ്, ഇതുപോലത്തെ ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എബ്രോഡിൽ ഉണ്ട്, ഓൾറെഡി ഇവിടെയും ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് വളരെ വലിയ കമ്പനി, ഈ സാനിറ്ററി സാനിറ്ററി പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന വലിയ കമ്പനീസും അവരൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ആസ് എ സ്റ്റാർട്ടപ്പ് അത് ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല ഒന്നാമത്തത്. നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെറാമിക് ഉണ്ടാക്കുന്ന ടോട്ടൽ ഫാക്ടറി ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം സപ്ലൈ ചെയ്യാൻ. അതൊന്നും മനസ്സിൽ വെക്കണം. ഓക്കെ, ഇത് എനിക്കൊരു 20 years ബാക്ക് ജപ്പാനിലും ഇപ്പോൾ ചൈനയിലാണെങ്കിൽ എല്ലായിടത്തും ഇതുപോലത്തെ ടോയ്ലറ്റ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് വന്നിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ഇത് മാനുഫാക്ചറിങ് ആണെങ്കിൽ നല്ലൊരു ആശയമാണ്. പക്ഷേ എത്രത്തോളം ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിനോട് നമുക്ക് ഇതിനെ എന്താ പറയുക കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ സ്റ്റഡി ചെയ്യേണ്ട ഒരു കേസാണ്. അത് തന്നെ സർ, നമ്മൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇന്ത്യ ഇസ് എ വെരി ഹ്യൂജ് മാർക്കറ്റ്. ആൻഡ് ഓൾസോ ഇപ്പോൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് ഫീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ എന്തായാലും കോസ്റ്റ് കൂടും. അതുകൊണ്ട് ഒരു പബ്ലിക് പ്ലേസസിലോ മോൾസിലോ അല്ലെങ്കിൽ നല്ല ഹൈ ഫുഡ് ഫോൾ ഉള്ള പ്ലേസസിലോ അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഭയങ്കര കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അതർവൈസ് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ്ങും ചെറിയ ചെറിയ പാർട്സ്, അതായത് ചില റിക്വയർമെൻ്റ് ഉള്ള പാർട്സ് ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ബട്ട് സ്റ്റിൽ അസംബ്ലിങ് കംപ്ലീറ്റ് ഇന്ത്യയിൽ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്തിട്ട് ടോട്ടലി ഒരു ഇന്ത്യൻ കൺസ്യൂമേഴ്സ് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് സോ ബിഗ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു മാർക്കറ്റ് കവർ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു സംഭവം നമുക്ക് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതർ ദാൻ ഡിപ്പെൻഡിങ് ഓൺ അതർ കൺട്രീസ്. പ്രോട്ടോ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? പ്രോട്ടോ ആസ് എ മോഡൽ, അതായത് നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഇല്ല, ബട്ട് സ്റ്റിൽ ഒരു വീഡിയോ ആൻഡ് ഫോട്ടോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫോട്ടോ മോഡൽസ് ആണ് ഡെവലപ്പ് ചെയ്തേക്കണേ. ഒരു പാർട്ട് സ്ട്രക്ചർ റെഡിയാണ് ആൻഡ് ഓൾസോ തിങ് വെയർ കോസ്റ്റ് സ്ട്രക്ചർ ഇസ് ഓൾസോ റെഡി. നിങ്ങളെ ഈ പ്രൊജക്റ്റിൻ്റെ ക്രെഡിറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങളുടെ പ്രായം ഒരു 15 വയസ്സല്ലേ? ഈ 15 വയസ്സിൽ നമ്മൾ ഒരുപാട് ട്രെയിനിൽ പോയി നമ്മൾ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എന്ത് ചിന്തിച്ചിട്ടില്ല, ഈ ഓൺട്രപ്രണിയൽ ആപ്റ്റിറ്റ്യൂഡോട് കൂടി ഈ സാധനത്തെ നമ്മൾ എന്താണ് ക്രേസി ആൻഡ് ക്യൂരിയസ് മൈൻഡിൽ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതിനാണ് ശരിക്കും അപ്രിഷിയേഷൻ കിട്ടുന്നത്. നിങ്ങൾ 4 പേരും കച്ചവടക്കാരാകും. അത് ഈ പ്രൊജക്റ്റ് ആണെങ്കിലും വേണ്ടില്ല, കാരണം നിങ്ങളുടെ മൈൻഡ് എന്നും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഓൺട്രപ്രണിയൽ ആപ്റ്റിറ്റ്യൂഡിൽ. കൺഗ്രാറ്റുലേഷൻസ്. ഇതൊരു യൂണിറ്റിന് എത്ര കോസ്റ്റ് വരും? നമ്മളൊരു അപ്രോക്സിമേഷൻ എടുത്തപ്പോൾ ഒരു 30,000 to 40,000 ഇഫ് യു ആർ മാനുഫാക്ചർ ഇൻ ഇന്ത്യ. ഒരു സാധനത്തിനോ? ഒരെണ്ണത്തിന്. അങ്ങോട്ട് നിങ്ങൾ ഇന്ത്യൻ റെയിൽവേക്ക് വെക്കോ? പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്ത്യൻ റെയിൽവേ കോൺട്രാക്ട് കൊടുത്തേക്കുന്നത് കോസ്റ്റ് അറൌണ്ട് 2 to 3 lakh പെർ ഇയർ. അതായത് ഒരു ട്രെയിനിലുള്ള ഒരു ഇത് ക്ലീൻ ചെയ്യാൻ. നിങ്ങളുടേത് ഫുൾ ടോയ്ലറ്റ് യൂണിറ്റ് അല്ലല്ലോ. അതെ, ഉള്ള ടോയ്ലറ്റിന് ഓട്ടോ ക്ലീനിങ് സിസ്റ്റം സെറ്റ് ചെയ്ത് കൊടുക്കല്ലേ ചെയ്യുന്നത്? ഇറ്റ്സ് ആൻ എൻറ്റയർ കംപ്ലീറ്റ്ലി ന്യൂ യൂണിറ്റ്. പുതിയൊരു യൂണിറ്റ് ആണ്. സെറാമിക്സ് വിൽ ബി സോഴ്സ്ഡ് ഫ്രം ഗുജറാത്ത്, രാജസ്ഥാൻ. ഈ കേരളത്തിലെ മാളുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ പബ്ലിക് ടോയ്ലറ്റുകൾ ഇതിലൊക്കെ നിങ്ങളുടെ ടോയ്ലറ്റ് വരും എന്നാണ് നിങ്ങൾക്ക് പറയുന്നത്. ഒരു 30,000 രൂപ കൊടുത്താൽ ഓട്ടോ ക്ലീനിങ് ടോയ്ലറ്റ് വരും. ഫെസിലിറ്റീസ് ഉള്ള ടോയ്ലറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പം ചൈനയിലൊക്കെ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ ഇന്ത്യൻ വെർഷൻ. വാട്ട് ഈസ് ന്യൂ? അത് ഇപ്പോൾ ഓൾറെഡി ചൈനയിലുണ്ട്. പക്ഷെ ഞങ്ങൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നാൽ ചിലപ്പോൾ 30,000 വരില്ല, ഒരു 10,000 രൂപക്ക് സാധനം ഇവിടെ എത്തും, അല്ലെങ്കിൽ 20,000 എത്തും. വൈ ഐ ഷുഡ് ബൈ യുവർ 30,000 സ്റ്റഫ്? പക്ഷേ സർ, ഞങ്ങൾ നോട്ട് ചെയ്തേക്കുന്നത്, റിസർച്ച് ചെയ്തേക്കുന്ന പ്രകാരം ചൈനയിലും ജപ്പാനിലുള്ള സെൽഫ് ക്ലീൻ ടോയ്ലറ്റ്സ് ആർ യൂസ് ടു ക്ലീൻ അവർ ഓൺ പ്രൈവറ്റ് പാർട്സ്. അല്ലാതെ ടോയ്ലറ്റ് സെൽഫായിട്ട് ക്ലീൻ ചെയ്യുന്ന ഫ്ലഷ് ഓപ്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഫ്ലഷ് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ടോയ്ലറ്റ് വുഡ് റിക്വയർ മാനുവൽ ലേബേഴ്സ് ടു ക്ലീൻ ഇറ്റ്. കംപ്ലീറ്റ് ക്ലീനിങ് ഉണ്ട്. ഇനീഷ്യലി ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ പക്ഷേ ഇന്ത്യയിൽ മാർക്കറ്റ് ഇസ് സ്റ്റിൽ ബിഗ്. Only advice is you should imagine that you are going to compete with somebody who has already invested crores and crores, who are experts in this kind of product manufacturing, and for them it's very easy to
design a new one with all this based on the market requirement. അപ്പം നിങ്ങൾ മാനുഫാക്ചറിങ്ങിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഹെർക്കുലിയൻ ടാസ്ക്. അതൊരു ഒരു പ്രോഡക്റ്റ് പുതിയൊരു ടെക്നോളജി വെച്ചിട്ടുള്ള ഇന്നോവേഷൻ അല്ല. ഓൾറെഡി ഉള്ളൊരു പ്രോഡക്റ്റാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ യു ഓൾ യങ്സ്റ്റേഴ്സ് ടു ഗെറ്റ് ഇൻവെസ്റ്റ് ഇൻ എൻറ്റയർ ഫാക്ടറി ഇറ്റ്സ് ഗോയിൻ ടു ബി ലിറ്റിൽ ഡിഫിക്കൽട്ട്. ഇറ്റ്സ് ഓൺലി പീസ് ഓഫ് അഡ്വൈസ്. യെസ്, അപ്പോൾ ഇനിയും അങ്ങോട്ട് അല്ലേ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കോൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്തു ആൻഡ് ജഡ്ജസിൻ്റെ അഭിപ്രായങ്ങൾ കേട്ട് മനസ്സിലാക്കി. ആൻഡ് വി ആർ വെരി ഹാപ്പി ടു സീ ദിസ് ബിക്കോസ് നമ്മൾ എന്നും ഡെയിലി ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അല്ലേ. സോ യെസ്, മൂവ് എഹെഡ്. എന്തായാലും നമുക്ക് ജഡ്ജസിൻ്റെ വിധിക്ക് വേണ്ടി കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച്. എയ്മർ യങ് സിഇഒയുടെ വേദിയിലേക്ക്, ഗ്രാൻഡ് ഫിനാലയുടെ വേദിയിലേക്ക് അടുത്തതായി സ്വാഗതം ചെയ്യാം മുഹമ്മദ് സിയാദൻ ഓൺ ടു ദ സ്റ്റേജ്. ലെറ്റ്സ് ഗോ. യെസ് സിയാദ് അല്ലേ, വന്നപ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു എനർജറ്റിക് പേഴ്സണാലിറ്റിയാണ് അല്ലേ. തഗ്ഗിന് തഗ്ഗും ഉരുളക്കുപ്പേര് പോലത്തെ മറുപടിയൊക്കെ ആയിട്ട് നമ്മുടെ ഏതൊരു സദസ്സിനെയും കയ്യിലെടുക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പൊ എവിടെ നിന്നാണ് സിയാദിന്റെ ഒറിജിനൽ പ്ലേസ്? നമ്മൾ മലപ്പുറത്ത് കൊണ്ടോട്ടി എന്ന് പറയും. കൊണ്ടോട്ടി എന്ന് പറയും, കാലിക്കറ്റ് എയർപോർട്ടിനടുത്താണ്. അതെ അതെ അതെ, കൊണ്ടോട്ടിക്കാർക്ക് എപ്പോഴും അഭിമാനമുള്ള ഒരു സ്ഥലമാണല്ലേ കാലിക്കറ്റ് എയർപോർട്ട്. അപ്പോൾ ഏത് സ്കൂളിലാണ്? ഞാൻ പ്ലസ് ടു GHSS പെരുള്ളൂരിലാണ്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ റീസെന്റ്. ഓക്കെ, പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആൻഡ് ഇത്രയും വലിയൊരു ഗ്രാൻഡ് ഫിനാലയുടെ വേദിയിൽ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? Grateful so much. This much exposure. This is first time in my life, so I'm totally grateful. Thank you. Okay, thrilled ആണോ? Yes, of course. Confident ആണോ? Yes. Okay, അങ്ങനെയാണെങ്കിൽ ആ കോൺഫിഡൻസ് നമുക്ക് ഒന്നോടെ ഒന്ന് റിവീൽ ചെയ്യണ്ടേ? സമയമായില്ലേ? Yes, of course. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. Thank you. Wishing you all the best and over to you. Thank you. നമസ്കാരം, എൻ്റെ പേര് സിയാദ്. ഞാൻ ഇവിടെ മലപ്പുറത്ത് നിന്നാണ്, കോ-ഫൗണ്ടർ ഓഫ് സിവാക്കോ ഫാംസ്. സിവാക്കോ ഫാംസ് ഈസ് ആൻ അഗ്രികൾച്ചറൽ സ്റ്റാർട്ടപ്പ്. നമ്മൾക്ക് ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകൾ, കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രൂട്ട് ഓർ സ്പൈസ് പ്ലാന്റ്സുകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും കായ്ക്കാതെയും പൂക്കാതെയും അല്ലെങ്കിൽ കായ്ച്ചു കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ ഒരുപാട് ആളുകൾ നേരിടുന്നുണ്ട്, റൈറ്റ്? സോ ഈ ഒരു പ്രശ്നത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്ലാന്റേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചത്. സോ വാട്ട് വി ഡു ഈസ്, നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് പ്ലാന്റ്സ്, ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും സ്പൈസ് പ്ലാന്റ്സ് ആണെങ്കിലും നിങ്ങളുടെ സ്ഥലത്ത് വന്ന് അത് പ്ലാന്റ് ചെയ്ത് എന്നിട്ട് പോവാന്നല്ല, അതിനെ തുടർന്നുള്ള പരിപാലനം കൂടെ നമ്മൾ ഏറ്റെടുത്തിട്ടാണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ബിസിനസ് മോഡലിനെ നമ്മൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ വഴി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് നമ്മൾ 600+ എൻക്വയറീസ് ജനറേറ്റ് ചെയ്ത് ഇപ്പോഴും എൻ്റെ ഫോണിൽ എൻക്വയറീസ് കിടക്കുന്നുണ്ട്. സോ ആൻഡ് വിത്തിൻ 4 months നമ്മൾ 2 പ്രൊജക്ട്സ് കംപ്ലീറ്റ് ആക്കി. ആൻഡ് 2 പ്രൊജക്ട്സ് ഓൾറെഡി ബുക്ക്ഡ് ആണ്, മൂവാറ്റുപുഴ അതുപോലെ ചാവക്കാടൊക്കെ ആയിട്ട്. ഓക്കെ, സോ മെയിനായിട്ട് നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ് വരുന്നത് NRIs ആൻഡ് സ്മോൾ സ്കെയിൽ ഹോം ഓണേഴ്സ്, റൈറ്റ്, എക്സെട്ര. ആൻഡ് എസ്പെഷ്യലി വെൻ ടേക്കിംഗ് NRIs, അവർക്കൊക്കെ നാട്ടിൽ ഒരുപാട് പാരമ്പര്യമായിട്ട് കിട്ടിയ ഈ സ്വത്തുക്കളായിട്ട് കിട്ടിയ ഭൂമികളുണ്ടാവും, ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്നത്. അതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൃഷി ചെയ്ത് അവിടെ നിന്നിട്ട് നാട്ടിൽ കൃഷിയിലൂടെ വരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ്. സോ ഈ ഒരു സ്വപ്നം നടക്കാതെ പോകുന്നു. എന്തുകൊണ്ട്? ടൈം, നോളജ് ആൻഡ് ദെയർ പ്രസൻസ് ഈസ് നോട്ട് ഹിയർ, റൈറ്റ്? സോ ഈ ഒരു സാധനം നമ്മൾ കൊടുത്തിട്ട് അവർക്ക് വേണ്ട ടൈം, നോളജ് ആൻഡ് പ്രസൻസ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ അവിടെ വന്നിട്ട് പ്ലാൻ ചെയ്യും പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് പ്ലാന്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അവർ നടുമ്പോൾ മേ ബി പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് പ്ലാന്റിംഗ് മെത്തേഡ് ആയിരിക്കില്ല. വൈ? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദ നോളജ്. സോ നമ്മൾ ഈ പ്രോപ്പർ മെത്തേഡിൽ പ്ലാന്റ് ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അവർക്ക് അവിടെ നിന്നിട്ട് നാട്ടിലുള്ള ഭൂമിയിൽ നിന്ന് കൃഷി ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാം. ആൻഡ് വിത്തിൻ 2 to 3 years ദേ ക്യാൻ ബിക്കം സെറ്റിൽഡ് ഇൻ ദെയർ നേറ്റീവ് പ്ലേസസ്. വാട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ്? സോ ഈ ഒരു സംഭവം കൂടെ നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ബിസിനസ് മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത് കൃഷിയൊക്കെ. അതുകൊണ്ട് നമ്മൾ ഹെൽത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബൈ ക്രിയേറ്റിംഗ് റവന്യൂ ഫോർ കൊമേഴ്ഷ്യലൈസ്ഡ് ക്ലയൻറ്റ്സ് വി ആർ പ്രൊവൈഡിങ് വെൽത്ത് ആസ് വെൽ. സോ ഫീൽ യുവർ ലൈഫ് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും സിവാക്കോ ഫാംസ് LLPയുടെ താഴെ. യു നോ വൈ? ഇൻ ദിസ് എറ ഓഫ് ടെക്നോളജി ഇറ്റ് ഈസ് വെരി
ഇമ്പോർട്ടൻറ്റ് ടു സംതിങ് ഹാവിങ് ടു ടച്ച് ആൻഡ് ഫീൽ, റൈറ്റ് അല്ലേ? നമുക്ക് ഈ ടെക്നോളജിക്കൽ കാര്യം മാത്രമേ ടച്ച് ചെയ്യാൻ ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ടച്ച് ചെയ്യാൻ ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. So that is why we have given the tagline as Zivaco Farms LLP, and our team is my father Haris and my brother Sawad and myself Ziyad. Thank you. That's all about us. Thank you. സോ സിയാദ് Yes. അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തു അല്ലേ? അതെ. സോ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പ്രസന്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. If you understand it, then yes. ഓക്കെ, സോ നൗ മൂവിങ് ബാക്ക് ടു യുവർ കോൺസെപ്റ്റ്. എന്താണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? ആക്ച്വലി ഞാനും എൻ്റെ ഉപ്പയും കൂടെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, എൻ്റെ ബ്രദർ ഓൾസോ. ഞങ്ങളുടെ അയൽവാസിയുടെ പറമ്പ് ഞങ്ങൾ വീട്ടിലിരുന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പം കുറച്ചുണ്ട് വലിയ വലിയ ഫ്രൂട്ട് പ്ലാന്റുകൾ, കോസ്റ്റ്ലി ആയിട്ട് ഫ്രൂട്ട് പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചത് കണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പൂത്തിട്ടില്ല, കായ്ച്ചിട്ടില്ല. എസ്പെഷ്യലി അത് എല്ലാ ഫ്രൂട്ട് മരങ്ങളും പൂക്കുന്നൊക്കെ ഒരു ടൈമാണ്, സീസണാണ്. ബട്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ നമുക്ക് വ്യക്തമായിരുന്നു അവിടെ കാഴ്ചയിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് പ്ലാന്റിംഗ് മെത്തേഡിലല്ല അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, അതിൻ്റെ പുറകെ നടന്ന് അതിനെ നോക്കി പരിപാലിക്കാനുള്ള ടൈമും നോളജും പ്രസൻസും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, സോ എന്തായാലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഓവർ ടു ജഡ്ജസ് അല്ലേ? ജഡ്ജസിൻ്റെ ഒപ്പീനിയനിലേക്ക് പോകാം. സോ സർ Ziyad, Yes. congratulations. You have actually pointed out a very, very important gap in a business possibility. Okay. ഈ ഏരിയയിൽ ഉള്ള എക്സ്പെർട്ടൈസ് എന്താണ്? നിങ്ങളിപ്പം ഈ പ്ലാന്റേഷനിൽ വേണ്ട മാന്യൂറിനെ പറ്റിയിട്ടും പ്ലാന്റിങ്ങിനെ പറ്റിയിട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ? യെസ്, ഞങ്ങൾ അട്ടപ്പാടിയിൽ മഞ്ഞൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ബോംബെ നിന്ന് അറിയാമോ, ഒരു ഹെർബ്സ് ആണ് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ഹൈദരാബാദ്, ഭോപ്പാൽ ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ പഠിച്ച് എക്സ്പോഷർ നേടിയിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. അഗ്രികൾച്ചർ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഫാദറാണ്. ആൻഡ് ഐ എം ഹാൻഡ്ലിംഗ് ദിസ് മാർക്കറ്റ്. An excellent concept. You can actually offer the services to a lot of people who wants to have the best of garden at home. Yes. More than the flowers and all that. You can have the right kind of fruits and vegetables. ഇത് വെജിറ്റബിൾസിലേക്കും കൂടി നിങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ അതിന് വേണ്ട എന്താണ് മാന്യൂറിങ് മെത്തേഡ്സും എങ്ങനെയാണ് നല്ല ക്വാളിറ്റി പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഡൗട്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ സർവീസ് ഓഫർ ചെയ്യാം. ഡെഫിനറ്റ് ആയിട്ട് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. ഇത് സ്കെയിലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഏത് സ്ഥിതിയിലാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കേരളത്തിൽ മൊത്തമായിട്ട് സ്കെയിൽ ചെയ്തിട്ട് ഇന്ത്യയിലെ മാർക്കറ്റ് പിടിച്ച് പിന്നെ ഗ്ലോബലി സ്കെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു സാധനം നമ്മൾ പ്ലാൻ കയ്യിലുണ്ട്. ഗ്ലോബലി അത്ര വേണോ? വൈ നോട്ട്? കേരളത്തിൽ ഡിജിറ്റൽ ഇത് ആക്ച്വലി മാൻ പവർ റിക്വയർമെന്റ് ഉള്ളതാണ്. നിങ്ങൾ ടീം വേണം, എക്സ്പെർട്ട് ടീം വേണം, ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഗാർഡനേഴ്സ് വേണം, ഇതിൻ്റെ എക്സ്പെർട്ട് അവിടെ പോയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഈവൻ കേരളത്തിൻ്റെ മാർക്കറ്റ് തന്നെ പിടിച്ചടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇറ്റ്സ് എ ഡുവബിൾ പ്രോജക്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതെ, കൺസെപ്റ്റ് കിഡിലോസ്കിയാണ്. ഞാനൊരു ഏക്കർ ഭൂമി അങ്ങോട്ട് തരാം, അതിൽ എന്തൊക്കെ നട്ട് എന്തൊക്കെ ചെയ്ത് തിരിച്ചു വരും, ഒരു വർഷം കയ്യിൽ തരാം, എത്ര കോസ്റ്റ് വരും ഒന്ന് വിശദീകരിച്ചാൽ? അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സൈറ്റ് ഒന്ന് പോയി കാണും. സൈറ്റ് പോയി കണ്ട് അവിടുത്തെ മെഷർമെൻ്റ് എടുക്കും. ആൻഡ് ഓൾസോ സോയിലും കളക്ട് ചെയ്യും. സോയിൽ കളക്ട് ചെയ്ത് ലാബിൽ കൊടുത്ത് ഒരാഴ്ച കൊണ്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടും. ഈ റിപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എന്ത് വളം ചേർക്കണം, എത്ര അളവിൽ ചേർക്കണം എന്നുള്ളത്. ദെൻ വൈ വി ആർ ടേക്കിംഗ് മെഷർമെൻറ്റ് ഈസ് നമുക്ക് എന്ത് നടാണെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള അകലത്തിൽ നടണം. നമ്മൾ കുത്തി നിറച്ച് നട്ടിട്ട് നാറ് നടുന്ന പോലെ നട്ടിട്ടായി കായ്ക്കാതെ പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കൂടുതൽ നടുമ്പോഴേക്കാരം മേ ബി പ്രോഫിറ്റ് കൂടുന്നത്. അപ്പം ആ ഒരു മെഷർമെന്റിന്റെ ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യും, ലേ ഔട്ട് ആക്കി ക്രാഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ ആവറേജ് ഒരു കസ്റ്റമർക്ക് എന്ത് കോസ്റ്റ് വരും നിങ്ങളുടെ സർവീസ് എടുക്കുമ്പോൾ? നിങ്ങൾ എന്താണ് നടാൻ ഉദ്ദേശിക്കുന്നത്? എന്തും ആകാം, അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണല്ലോ കാര്യമായിട്ടും പറയാം. അപ്പോൾ ഫ്രൂട്ട്സിന്റെ കോസ്റ്റ് ഒഴിവാക്കിയാണ്, അതല്ലാതെ സർവീസ് കോസ്റ്റ് ചോദിച്ചു. വെജിറ്റബിൾസ് ഫ്രൂട്ട്സിന് ഇപ്പോൾ ഓരോ ഫ്രൂട്ട്സിന് ഓരോ വിലയാണല്ലോ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ദാറ്റ്സ് ആൻ പർച്ചേസ് കോസ്റ്റ്. യുവർ സർവീസ് കോസ്റ്റ് ഫോർ 1 year നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് അല്ല, ഓരോ സൈറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് കാരം. ഐ മീൻ നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാനാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്തൊരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 സെൻറ്റിൽ കുറച്ച് കുരുമുളകാല് PVC പൈപ്പിൽ ചെയ്തിട്ടുണ്ട്. അതിന് 1,07,000 രൂപയാണ് നമ്മൾ ഇൻക്ലൂഡിങ് ഡ്രിപ്പ് ഇറിഗേഷൻ വീഡമാറ്റൊക്കെ വന്നിട്ടുള്ളത്. വിത്ത് പർച്ചേസ് വിത്ത് മെറ്റീരിയൽസ് ഒക്കെ അല്ലേ? ഇനി അടുത്തൊരു പ്രൊജക്റ്റ് 4.5 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റും ഉണ്ട്. ആൻഡ് ഓൾസോ
സംതിങ് ലൈക്ക് 2 lakhs-ൻ്റെ ഒരു പ്രൊജക്റ്റും ബുക്ക്ഡാണ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 600 എൻക്വയറി വന്നു എന്ന് പറഞ്ഞിട്ട്, അതിൽ എത്ര എൻക്വയറീസ് അറ്റൻഡ് ചെയ്തു ആക്ച്വലി നിങ്ങൾ? ഞങ്ങൾ വിശ്വസിക്കുന്നത് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല, എത്ര ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്ത് 2 projects. 2 project അല്ലേ? Yes. അതായത് 600-ൽ 2 യെസ്. അപ്പോൾ ഇനി ചിലപ്പം ഇനിയും മാർക്കറ്റ് ചെയ്ത 6000 എൻക്വയറീസും 6 ലക്ഷം എൻക്വയറീസും വരും കേരളത്തിൽ നിന്ന്. പക്ഷെ അതിന്റെ ലിമിറ്റേഷൻ എവിടെ കിടക്കണേ? അത് ചാലഞ്ച് എവിടെ കിടക്കണേ? ക്രെഡിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രൊജക്ട്സ് വിസിബിൾ ആകുമ്പോൾ ആളുകൾക്ക്, മീൻസ് പൈപ്പ് ലൈനിൽ ഇപ്പോഴും എൻക്വയറി കൂടി, ഇഷ്ടം പോലെ എൻക്വയറി, ക്രെഡിബിലിറ്റിയും കൂടി, വിസിബിളും ആയ എൻക്വയറും വന്ന് ആളുകൾ തരാനും തയ്യാറാണ്. പക്ഷെ നിങ്ങളെ ചാലഞ്ച് എവിടെ കിടക്കണേ? ചലഞ്ച് എവിടെ കിടക്കുന്ന വെച്ചാൽ കിടക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന 600 എന്തുകൊണ്ട് ചെയ്തില്ല ചോദിക്കുന്നത്. 600 എന്തുകൊണ്ട് ചെയ്തില്ല? 600 എന്തുകൊണ്ട് ചെയ്തില്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കോസ്റ്റ് മീൻസ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ സാധിക്കണം എന്നില്ല. എന്തുകൊണ്ട് കോസ്റ്റ് കൂടുന്നു? നമ്മൾ പ്രീമിയം ആയിട്ടാണ് ചെയ്യുന്നത്. ഓർഗാനിക് ആയിട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം കോസ്റ്റ് ആവും. ആൻഡ് നമ്മളവിടെ വന്ന് സ്റ്റേ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നമ്മളങ്ങനെ നിങ്ങൾ സിയാദിന്റെ ഫാമിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ പൈനാപ്പിൾ സിയാദിന്റെ പൈനാപ്പിൾ ആണ് ഇതിന് യൂണീക്ക് ആയിട്ടുള്ള എന്ത് പ്രത്യേകത അതിനുള്ളത്? അത് സിയാദ് മറ്റേ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന വേറെ പൈനാപ്പിളായിട്ട് കോമ്പറ്റ് ചെയ്യണ്ടേ? അപ്പം എങ്ങനെ ഇത് ഇപ്പോൾ സിയാദ് പ്രീമിയം ആയിട്ട് ചെയ്തിട്ട് 30 രൂപ പെർ കിലോ വരുന്നു, അപ്പുറത്ത് 20 രൂപ പെർ കിലോയ്ക്ക് പൈനാപ്പിൾ വന്നു കഴിഞ്ഞാൽ സിയാദ് എങ്ങനെ സെല് ചെയ്യാൻ പറ്റും? മീൻസ് ഓർഗാനിക് എന്നുള്ളൊരു ലാബിൽ അതിലുണ്ട്. അപ്പം ക്വാളിറ്റി കൂടുതലാണ്. പൈനാപ്പിൾ സ്റ്റിക്കർ ചെയ്യോ? വൈനോട്ട് നമുക്ക് നമ്മളിപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് ഒരു ക്ലയൻറ്റ് ചെയ്തെന്ന് വിചാരിച്ചോളി. അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യും. നമുക്ക് പ്രൂഫ് ഉണ്ട് നമ്മൾ ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. സോ ഓഫ് കോഴ്സ് വി ക്യാൻ മാർക്കറ്റ് ഇറ്റ് ആസ് എൻ ഓർഗാനിക് പ്രോഡക്റ്റ്. നമുക്ക് വേറൊരു ബിസിനസ് മോഡലും കൂടെ ഉണ്ട് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട്. അത് ഇപ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല. ഇതിനകത്ത് എന്താ വെച്ചാൽ ഇതിലെ പ്രാക്ടിക്കലായി വരുന്ന സമയത്ത് ഇതിനകത്ത് പ്രൊഡക്റ്റ് ആണോ അതോ ടെക്നോളജി ആണോ ഏതാണ്? ഇപ്പോൾ ഈ ഒരു ഫോർ എക്സാമ്പിൾ ഇസ്രായേലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരേക്കറിൽ നിന്ന് ഉണ്ടാക്കുന്ന അവർ നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരേക്കറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫാമിങ് അവർ 10 സെൻറ്റ് സ്ഥലത്ത് നിന്ന് അതിലും ഡബിൾ പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. അത് അവർ അതിൽ ഉപയോഗിക്കുന്ന മുഴുവൻ ടെക്നോളജിയാണ്. അപ്പോൾ അതാണ് ചോദിക്കുന്നത്, സിയാദ് ടെക്നോളജി ആണോ അതോ ഒരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണോ? എന്താ അതിൽ ബിസിനസ് ഉദ്ദേശിക്കുന്നത്? ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ ബ്രദർ ടെക്നിക്കൽ സൈഡാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൂ. മീൻസ് 1 year ആണ് നമ്മൾ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ട്. ആൻഡ് റിവീൽ ചെയ്തിട്ട് 4 months ആവണുള്ളൂ. അപ്പോൾ അതിനുശേഷമാണ് ഈ 2 പ്രൊജക്റ്റ് കിട്ടിയത്. അപ്പം നമ്മൾ ഭാവിയിൽ ടെക്നിക്കൽ സൈഡും കൂടി അഡാപ്റ്റ് ചെയ്ത് മിഷനറീസും കാര്യങ്ങളൊക്കെ കൂടുതൽ അഡാപ്റ്റ് ചെയ്ത് പെട്ടെന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം നമ്മൾ വിചാരിക്കുന്നുണ്ട്. സ്റ്റേജ് ഇതായതുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതൽ മാനുവൽ ഫോഴ്സാണ് നമ്മൾ. ഞാൻ ചോദിച്ചതല്ല, ടെക്നോളജി ആണോ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അതോ പ്രോഡക്റ്റ് ആണോ ഡെവലപ്പ് ചെയ്യുക? അത് പുതിയ പൈനാപ്പിൾ ആണോ ഉണ്ടാക്കാൻ പോകുന്നത്, ഓർഗാനിക് പൈനാപ്പിൾ ആണോ ചെയ്യാൻ പോകുന്നത്, അതോ പൈനാപ്പിൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും കൂടുതൽ ഈൽഡ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി ആണോ? ടെക്നോളജി. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളൊരു ഈ പ്ലാന്റേഷൻ സർവീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിങ്ങളെ ഇതിനെ പറ്റിയിട്ടുള്ള ടെക്നിക്കാലിറ്റീസ് അത് ട്രെയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾ ആളെ കൊണ്ട് പോയിട്ട് നടത്തിക്കുക, ഓരോ സ്ഥലത്ത് പോയിട്ട് ഓഫർ ചെയ്യുക. നിങ്ങൾ സർവീസസ് ആണ് ഓഫർ ചെയ്യേണ്ടത്. നിങ്ങൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യാനുള്ള നിങ്ങളുടെ എക്സ്പെർട്ടൈസും അതിൻ്റെ ലാൻഡ് പ്രിപ്പയർ ചെയ്യാനുള്ള നിങ്ങളുടെ എക്സ്പെർട്ടൈസും അതിന് കറക്റ്റായിട്ടുള്ള മെത്തേഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ടെക്നിക്സ് ഉണ്ടല്ലോ. അപ്പം എക്കോഫോണിക്സ് ഉണ്ട്, അങ്ങനെ പല പല ടെക്നിക്കൽ സൊല്യൂഷൻസും ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ നോളേജ് വെച്ചിട്ട് അത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സർവീസസ് ഓഫർ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു നല്ല സ്കോപ്പ് ഉണ്ട്. സർവീസസ് ഓഫർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം സിയാദും ഫാദറും ബ്രദറും ഉള്ളത് മാർക്കറ്റിങ്ങും ചെയ്യാം, ആളിഷ്ടം പോലെ എൻക്വയറിയും വരും. പക്ഷെ ബിസിനസ് അവിടെ അല്ല കിടക്കുന്നത്. ബിസിനസ് ഈസ് എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് ആൻഡ് സ്കെയിൽ. റെപ്ലിക്കേറ്റ് മീൻസ് ഇത് ഞങ്ങൾ 2 പ്രൊജക്റ്റ് ചെയ്തില്ലേ, അത് 200 പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യും? 200 പ്രൊജക്റ്റ് സിയാദിനും ബ്രദറിനും വാപ്പക്കും ചെയ്യാൻ കഴിയില്ല. കേരളം മൊത്തം ഇന്ത്യ മൊത്തം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 2000 പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യും? അതിന് വേണ്ട മാൻ പവർ, അതിന് വേണ്ട ടെക്നോളജി, അതിന് വേണ്ട ട്രെയിനിങ്, അതിന് വേണ്ട സ്കില്ല്, ആ സ്കെയിലബിലിറ്റി ആണിത്. അടിപൊളി മോഡലാണ്, കിഡിലോസ്കി മോഡൽ, ഇതുവരെ പ്രസന്റ് ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മോഡൽ. പക്ഷേ സ്കെയിലബിലിറ്റി ഈസ് സംതിങ് വിച്ച് യു നീഡ് ടു റിസർച്ച് വെരി ഡീപ്ലി. വെരി ഡീപ്ലി. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദി ഓപ്പർച്യൂണിറ്റി. സോ ഇനി അങ്ങോട്ട് തരിശുഭൂമി ഇല്ലാത്ത ഒരു കേരളം
അതിനെ സ്വപ്നം കാണാനായിട്ട് സാധിക്കട്ടെ. സിയാദിന്റെ ഈ ഒരു കോൺസെപ്റ്റ് അല്ലേ, ഒഴിഞ്ഞു കിടക്കുന്ന ഉണങ്ങിക്കിടക്കുന്ന എല്ലാ ലാൻഡ്സിനെയും വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എനിവേ, ഫൈനൽ ഡിസിഷൻ ഈസ് അപ് ടു ജഡ്ജസ് അല്ലേ. ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ എത്താൻ പറ്റി സിയാദ് പറഞ്ഞ പോലെ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഇനി അങ്ങോട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ജഡ്ജസിന്റെ കയ്യിലാണ്. സോ വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷിംഗ് യു അഗെയിൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായി എത്തുന്നു അജ്മൽ മുഹമ്മദ് AK ടുഗദർ വിത്ത് മുഹമ്മദ് സിനാൻ നാലകത്ത്. യെസ്, അജ്മൽ ആൻഡ് സിനാൻ അല്ലേ? യെസ്, വളരെ കോൺഫിഡന്റ് ആണോ? ഓക്കെ, എവിടെ നിന്ന് വരുന്നു? ഞാൻ അജ്മൽ മുഹമ്മദ്, കാസർഗോഡ്. ഞാൻ തൃശ്ശൂർ. തൃശ്ശൂർ. ഓക്കെ, കാസർഗോഡ് ആൻഡ് തൃശ്ശൂർ രണ്ട് ദിക്കിലാണല്ലോ. എങ്ങനെ ഒന്നിച്ചു? ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നത്. ഒരുമിച്ചാണ് പഠിക്കുന്നത്. എവിടെയാണ് പഠിക്കുന്നത്? ഫിനിഷിംഗ് സ്കൂൾ. ഓക്കെ, സോ ഇന്ന് നിങ്ങൾ എന്ത് കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ അല്ലെ, എയ്മർ യങ് സിഇഒയുടെ ഒരു ഗ്രാൻഡ് ഫിനാലയിൽ വരെ എത്തുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല, അതും ഇത്രയും ചെറിയ പ്രായത്തിൽ. സോ അത്രയും ഒരു അടിപൊളിയായിട്ടുള്ള കോൺസെപ്റ്റ്, അത് എന്താണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ട്. ഓക്കെ, എന്താണ് ആ കോൺസെപ്റ്റ്? ആക്ച്വലി നമ്മളെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാറിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ബാഡ് ആയിട്ടുള്ള പൊല്യൂഷനെ ഫിൽട്ടർ ചെയ്തിട്ട് ഗുഡ് ആയിട്ടുള്ള പൊല്യൂഷനെ, അതായത് ഗുഡ് ആയിട്ടുള്ള എയറിനെ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ ഫൈൻ. സോ ഇനി അങ്ങോട്ട് വരാനുള്ള അല്ലേ ഡെവലപ്ഡ് സിറ്റീസിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവരുടെ. അപ്പോൾ വി ആർ വെരി ഈഗർ ടു സീ ദാറ്റ്. നമ്മുടെ ജഡ്ജസും വളരെ ആകാംക്ഷയോട് കൂടി ഇങ്ങനെ നോക്കുകയാണ്. സോ ഏകദേശം നമ്മൾ നമ്മുടെ ലാസ്റ്റിലേക്ക് എത്തുകയാണ്. സോ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലേ, വളരെ എനർജറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ. നിങ്ങൾ ആരാണ് പ്രസന്റ് ചെയ്യുന്നത്? ഞാനാണ്, മുഹമ്മദ് സിനാനാണ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗോ അഹെഡ്, ഓൾ ദി വെരി ബെസ്റ്റ്. എന്തായാലും അടിപൊളിയാക്കൂ. താങ്ക് യു. ഓക്കെ. ഞാനൊരു ദിവസം കോഴിക്കോട് നിന്ന് ഹോസ്റ്റൽ ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുന്നിടയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിക്കുന്നുണ്ടായി. ഓട്ടോ പിടിക്കുമ്പോൾ ഞാൻ ഓട്ടോ ഡ്രൈവറായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്ത് പറയാണ്, മോനെ പൊല്യൂഷൻ കാരണം ആകെ ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടാണ്, ഓട്ടോ നിർത്തി പോകാനാണെങ്കിൽ അന്നം മുട്ടും. അപ്പോൾ ഞാൻ ഈ കാര്യത്തിലൊന്ന് ചിന്തിച്ച് എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിക്കൊള്ളാം. കാരണം ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ ദിവസവും റോഡിലൂടെ സ്കൂളിലേക്കും അതുപോലെ തന്നെ ജോലി കാര്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ട്. അവരും ഈ സെയിം അവസ്ഥ എന്തുകൊണ്ട് അനുഭവിക്കുന്നു, ഈ പൊല്യൂഷൻ കാരണം. അങ്ങനെ ഇരിക്കെ ഞാനൊന്ന് ചിന്തിച്ചു, ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്തപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന സംഭവം ഞാൻ കാണുന്നത്. ഇന്ത്യയിൽ തന്നെ 1.6 മില്യൺ ഡെത്താണ് എയർ പൊല്യൂഷൻ കാരണം മാത്രം ഉണ്ടാകുന്നത്. അത് കാരണം ഇന്ത്യയിലെ 10ൽ 7ഓളം സിറ്റികളിലെ എയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം ബാഡായിട്ടാണ്. അതായത് ഒരു തരത്തിലുള്ള ക്വാളിറ്റി അവിടെ കാണിക്കുന്നില്ല. ഇതുമൂലം 300 മില്യൺ പ്ലസ് വാഹനങ്ങളിൽ നിന്നാണ് ഇത്തരം ബാഡ് പൊല്യൂഷന് പുറത്തേക്ക് വിടുന്നത്. സോ അതിനായി ഞാൻ കണ്ടുപിടിച്ചത്, അതായത് ഞങ്ങൾ ടീം കണ്ടുപിടിച്ചതാണ് ക്ലീൻ ഡ്രൈവ്. നമ്മൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് കാറിൻ്റെ, അതായത് വാഹനത്തിൻ്റെ എക്സോസ്റ്റിൻ്റെ ടെയിൽ പൈപ്പിൽ ഫിൽറ്റ് ഘടിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിന് 3 ലെയറുകളുണ്ട്. ഒന്ന് മെറ്റാലിക് മെഷ് ഫിൽറ്ററും പെറ്റഹെപ് കാട്രിഡ്ജും അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് കാർബൺ ബ്ലോക്കും. ഇത് ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട്, അതായത് അഫോർഡബിളി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുമൂലം 60% പൊല്യൂഷൻ നമുക്ക് കുറക്കാൻ പറ്റും. ദെൻ ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഈ പൊല്യൂഷനെ തടയാൻ വലിയ വലിയ കമ്പനീസുകളും പ്രൊഡക്റ്റുകളും ഉണ്ട്. പക്ഷേ നമ്മളെ പ്രൊഡക്റ്റ് ഇതിൽ നിന്ന് യുണീക്കായെന്ന് പറഞ്ഞാൽ വളരെയധികം അഫോർഡബിളും അതുപോലെ തന്നെ വെറും തുച്ഛമായ സമയം കൊണ്ട് നമുക്ക് മെക്കാനിക്കിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കസ്റ്റമർക്ക് നേരിട്ട് ഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഡിവൈസ്, അതായത് ഈ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നു. പ്ലസ് നമുക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്നും ഓരോ 3-4 മാസം കൂടുമ്പോൾ ഇതിൽ നിന്നും വരുന്ന കാട്രിഡ്ജ് റീഫിൽ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് നമ്മൾ റീഫിൽ ചെയ്യുന്നത് വഴി നമുക്കിതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കാരണം 2 വഴികളുണ്ട്. ഒന്ന് ഡിവൈസ് പ്രൊഡക്റ്റ് സെയിലും അതുപോലെ തന്നെ നമ്മൾ ഈ റീഫിൽ വഴി നമുക്ക്
റവന്യൂ ഉണ്ടാക്കാൻ പറ്റും, ബൾക്കായിട്ട് നമുക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ടും ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് അവർ ഐഡിയ. 60% ലെസ് പൊല്യൂഷൻ, 800 per device, and 300 million vehicle will exist no more. Thank you. Backus, let's clean up this. യെസ് സിനാൻ, അപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സിനാൻ ഇവിടെ പ്രസന്റ് ചെയ്തത്. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ആ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ടായ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വരുന്നത്. ആ സമയത്ത് എൻ്റെ കൂടെ ഇവരുണ്ട്. ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. സോ അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ആ സംഭവം ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു തോട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ ഇതിനെ അടുത്ത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവനും പറഞ്ഞു നമുക്കിത് ഇങ്ങനെ ചെയ്ത് പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ അല്ലേ കമ്പാനിയൻ ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ അറിയാനായിട്ട് ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ ജഡ്ജസിൻ്റെ അഭിപ്രായങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ വി ആർ മൂവിങ് ഓൺ ടു അവർ ജഡ്ജസ്. യെസ് സർ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ? അജ്മൽ ആൻഡ് സിനാൻ, നിങ്ങൾ ടേക്കപ്പ് ചെയ്തിട്ടുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. പക്ഷേ ഇത് അത്ര എളുപ്പം സോർട്ട് ഔട്ട് ചെയ്യാനുള്ളൊരു ഒരു പ്രോബ്ലം കൂടി അല്ല. കാരണം ഒരു വെഹിക്കിളിൻ്റെ മുകളിൽ അതിൻ്റെ കാത്തലിക് കൺവേർട്ടർ ഉണ്ട് ഓൾറെഡി. ഓക്കെ, അതാണ് ഈ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള ഒരു ഡിവൈസ്. ഇതിനെ മോഡറേറ്റ് ചെയ്യാനും ഇതിന് വേറെ കുറേ ലോസും ഗവൺമെൻറ് ഇൻ്റർവെൻഷനും ഒക്കെ ഉണ്ട്. എത്ര ഓരോ വെഹിക്കിളിൻ്റെ പൊല്യൂഷൻ എത്ര കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്, മറ്റേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഓരോ കൊല്ലവും വെഹിക്കിൾസ് ഇറങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പൊല്യൂഷൻ നോംസ് വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്രയോ റിസർച്ച് നടക്കുന്നൊരു ടോപ്പിക്കാണ് ഈ ഇതിൽ സിമ്പിളായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ എക്സോസ്റ്റിന് വെച്ചിട്ട് ക്ലിയർ ആക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. കുറച്ചും കൂടി ഈ ഡെപ്തായിട്ട് ഈ വെഹിക്കിൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഒന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമാണത്. ഓക്കെ, അത്ര എളുപ്പമുള്ള സംഗതി അല്ല. അതെനിക്ക് അത്രേ പറയാം. മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് സാറിൻ്റെ സ്പെഷ്യാലിറ്റി ആണത്. ഈ പ്രൊജക്റ്റിൻ്റെ ക്രെഡിറ്റ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ രണ്ടുപേരും ഞാൻ കണ്ടു, ഒരാൾ ഫൗണ്ടറും ഒരാൾ കോ ഫൗണ്ടറും. സപ്പോസ് ഇത് ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ കിട്ടി, പ്രൊഡക്റ്റൊക്കെ വിജയിച്ച് ഇത് ഭയങ്കര സംഭവമായി, നിങ്ങൾ കച്ചവടം ചെയ്ത് 10 കോടി കച്ചവടത്തിലേക്ക് എത്തി, നിങ്ങൾ തമ്മിലുള്ള ഇടപാട് എങ്ങനെയാണ്? ഞങ്ങൾ ഈക്വൽ ഷെയറിംഗ് ആണല്ലോ. ഈക്വൽ ഷെയറിംഗ് ആണ്. അപ്പോൾ ആരായിരിക്കും ഒരാളെ MD ആക്കണമല്ലോ, 2 MD പറ്റൂലല്ലോ. ആരായിരിക്കും MD? അത് നമ്മൾ പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിപ്പോൾ തീരുമാനമാക്ക്. ഇന്ത്യയിൽ ഞാൻ ചോദിക്കാൻ കാരണം മോനെ, ഇന്ത്യയിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളിൽ ബഹുഭൂരിപക്ഷവും 3-ാമത്തെ വർഷം പൂട്ടും. അതൊക്കെ പൂട്ടിപ്പോകാൻ 90% റീസൺ എന്താണെന്നറിയാം? ഐഡിയ ഉഷാറല്ലാത്തതും കച്ചവടമില്ലാത്തതും ലാഭമില്ലാത്തതും അല്ല, പാർട്ണർമാർ തമ്മിൽ അടിച്ചു പിരിഞ്ഞിട്ടാണ്. അത് റെഡിയാക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഫൈനൽ തീരുമാനം എടുക്കുമ്പോൾ ആരെടുക്കും, ആരായിരിക്കും MD, ഫൈനൽ ഡിസിഷൻ മേക്കർ ആരാണ്, നിങ്ങൾ തമ്മിലുള്ള പെർസെൻറ്റേജ് എന്താണ്, നിങ്ങൾ തമ്മിലുള്ള ഡീൽസ് എന്താണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് ഞാൻ ഈ കോൺസെപ്റ്റ് എൻ്റെ മൈൻഡിൽ വന്നതാണ്. സോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവൻ എൻ്റെ അടുത്ത് ചോദിക്കും, അതിങ്ങനെ ചെയ്യുമോ, അതായത് ഞാൻ ഇവൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കും. സോ എല്ലാ സമയത്തും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലും അതായത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലും രണ്ടുപേരും ഒരുപോലെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇനി MD അങ്ങനെ ഒരു പൊസിഷൻ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പബ്ലിക് സ്പീക്കറുമാണ്. അതുപോലെ തന്നെ ഒന്നും കൂടിയും കമ്പനീസ് അതായത് ടൈപ്പുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ദാറ്റ്സ് വൈ ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ചിട്ട് മേ ബി എനിക്ക് ഹൂ വിൽ ബി യുവർ പേഴ്സണൽ ബ്രാൻഡ്? നിങ്ങളുടെ കമ്പനിക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാവും. അതാരായിരിക്കും? പേഴ്സണൽ ഫേസ് ബ്രാൻഡ് ഉണ്ടാവും. ലുലുവിന് യൂസഫ് അലി ഉള്ളതുപോലെ, മലബാറിന് അമ്മദ്ക്ക് ഉള്ളതുപോലെ, നെസ്റ്റോക്ക് ബഷീർക്കുള്ളതുപോലെ ഒരു ബ്രാൻഡ് ഉണ്ടാവും. ആരായിരിക്കും? ഞങ്ങൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും പേരിൽ ആ ഒരു ബ്രാൻഡ് നടക്കൂല. ഒരു ബ്രാൻഡ് പറയും, ഒരു ഫേസ് ബ്രാൻഡ് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ 6 മാസം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന അടി നമ്മൾ ഇവിടുന്ന് തുടങ്ങിയെന്നുള്ളൂ. മനസ്സിലായി. ആരും അവരുടെ പ്രിഫറൻസോടെ അവർ ഇത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കൂല. ഇത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ട് കമ്പൽസറി ആക്കിയിട്ട് ഈ മാനുഫാക്ചറേഴ്സ് അത് വെഹിക്കിൾസിൽ മോഡിഫൈ ചെയ്തിട്ട് വേണം ഇറക്കാൻ. അല്ലാണ്ട് പുറമേ നിന്നൊരു ഡിവൈസ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആരും വാങ്ങിച്ചു വെക്കാൻ പോകുന്നില്ല. ഇതൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് വരണം ഗവൺമെന്റ് സൈഡിൽ നിന്ന്, അതോറിറ്റീസിന്റെ സൈഡിൽ നിന്ന്. കാരണം ഇപ്പോൾ ഗവൺമെന്റ്
ഈ എയർ പൊല്യൂഷൻ്റെ ഈ ഒരു ഇതെടുത്ത് നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ എങ്ങനെയെങ്കിലും കുറക്കുക എന്നുള്ളതാണ്. സോ ഇത്തരം ഒരു ഐഡിയാസ് എന്തുകൊണ്ട് ഗവൺമെൻറ്റിനെ ഏറ്റെടുത്തുകൂടാ? സോ ഗവൺമെൻറ്റും ഇത്തരം ഐഡിയകളെ കാത്തിരിക്കുകയാണ്. അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ചീപ്പായിട്ടും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടും ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മളെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഗുഡാക്കി എടുക്കുക എന്നുള്ളതാണ് ഇത് ഗവൺമെൻറ് റിസർച്ച് ചെയ്തിട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കാണ്ട് ഒരു പുതിയൊരു എലിമെന്റ് വെഹിക്കിൾ ഡിസൈനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് എങ്ങനെ വെഹിക്കിളിനെ ബാധിക്കും കൂടി നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് മാനുഫാക്ചറേഴ്സ് ട്രയൽ എടുത്ത് എഫിഷ്യൻസി കുറയ്ക്കാണ്ട് ഇപ്പോൾ മൈലേജ് കുറഞ്ഞു പോവാണ്. നിങ്ങൾ വേറെ ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് പറ്റ ഡ്രോപ്പ് ആവും. ആരെങ്കിലും യൂസ് ചെയ്യോ? ഇല്ല, അതിനാണ് സാറേ ഇത് വെച്ചാൽ വാറണ്ടി കിട്ടൂല എന്നുള്ള ഇത് കമ്പനി ത്രൂ പറ്റുള്ളൂ. സാർ അതാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ ആക്ച്വലി ലാബ് ടെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ എല്ലാ തരത്തിലുള്ള ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം സക്സസ് ആയെങ്കിലാണ് ഈ സാധനം നമ്മൾ വിപണിയിൽ ഇറക്കാൻ പറ്റുള്ളൂ. സാറ് പറഞ്ഞ പോലെ കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ വെഹിക്കിളിന്റെ എഞ്ചിൻ എഫിഷ്യൻസി പോലും ട്രാക്ക് ചെയ്തിട്ട് ഈ ബിസിനസ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വേറെ കാര്യം. അല്ല, വേറെ കാര്യം, നിങ്ങൾ ഈ പ്രായത്തിൽ നിങ്ങളിങ്ങനെ ആശയം നല്ല ആശയമാണ്. പക്ഷേ ഒരു ആസ് എ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഇൻവെസ്റ്റർ ആദ്യം പറയാൻ പോകുന്ന കാര്യം എല്ലാം നെഗറ്റീവ്സാണ്. ആ സൈഡിൽ നിന്ന് ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇപ്പം തന്നെ നമ്മൾ റോഡിലിറങ്ങി 10 വെഹിക്കിൾ ഒരു വെഹിക്കിൾ എന്താണ് ഇലക്ട്രിക്കലായി. ഒരു 10 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 10 വർഷം കഴിയുമ്പോൾ ഒരു 90% വെഹിക്കിൾ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത്രയും നമ്മൾ ബാറ്ററിയിൽ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാം മാറിയിട്ട് പൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്ക് മാറും. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ നിങ്ങൾ സ്കെയിലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റർ സൈഡിൽ നിന്ന് നിങ്ങൾ ഒരു ഫണ്ടിങ്ങിനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റർ ഒരു കാരണത്തിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ ഒരു വികസിക്കാത്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാത്ത ഒരു ബിസിനസ് ഇതെന്തായാലും മാനുഫാക്ചറിംഗ് യൂണിറ്റ് എത്ര കോസ്റ്റ് വരും തുടങ്ങുന്നത്? ഇത് നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 300 മുതൽ അതല്ല ഇത് ഫാക്ടറി ഉണ്ടാക്കണ്ടേ? അതിൽ ഒരു ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് 30 lakhs rupees ആണ് ഫസ്റ്റിൽ വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ സാറ് പറഞ്ഞ പോലെ 10 വർഷത്തിൻ്റെത്. അപ്പോൾ നിലവിൽ ഈ ഇലക്ട്രിക് വെഹിക്കിളും കാര്യങ്ങളൊക്കെ എന്തായാലും ഫുള്ളി കംപ്ലീറ്റഡ് ആവുന്നെങ്കിൽ എന്തായാലും മിനിമം ഒരു 15-10 വർഷം എടുക്കും. സോ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ബിസിനസ് അല്ല ഈ ഒരു പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും സക്സസ്ഫുള്ളായിട്ട്. അടുത്ത 15 വർഷം മുന്നേ എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, വലിയ വലിയ ഫാക്ടറികളിലേക്ക് മാറ്റും. വാഹനങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഗ്യാസ്, ഡീസൽ, പെട്രോള് അങ്ങനത്തെ ഫാക്ടറികളിലേക്ക് വലിയ സ്കെയിലപ്പ് ചെയ്യും. സോ ഇതിൽ നിന്ന് കിട്ടുന്ന കോസ്റ്റ് ഫ്ലോയിൽ ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ചെറിയ സാധനം വലുതാക്കിയിട്ട് നമ്മൾ ഈ ഫാക്ടറി കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതുമാത്രമല്ല ഇതിൽ നിന്ന് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ റീഫില്ലിൻ്റെ ഒരു സാധനം. ഈ റീഫില്ലിൻ്റെ സാധനം നമുക്കൊരു വേസ്റ്റ് പോലെ ഒരു കരി, അതായത് എല്ലാവരും കൂടിയിട്ട് റീഫിൽ ചെയ്യുമ്പോൾ അതൊരു കരി, ഒരു ബ്ലാക്ക് പൗഡർ പോലെയാണ് കിട്ടുക. സോ ഈ ബ്ലാക്ക് പൗഡർ നമ്മൾ കംപ്ലീറ്റ് ബൾക്കായിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇങ്ക് കമ്പനി അതുപോലെ തന്നെ ടയർ മാനുഫാക്ചറിങ് കമ്പനികളിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ അതുവഴിയും നമുക്ക് എന്ത് ചെയ്യാം, റവന്യൂ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഒരിക്കലും നമ്മൾ ഈ ക്ലീൻ ഡ്രൈവ് എന്ന പ്രൊഡക്റ്റ് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഡ് ആവാനുള്ള ഉദ്ദേശമില്ല. സോ എന്താണ് ഇനി അടുത്തത്, ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഇലക്ട്രിക് കാര്യങ്ങൾ വരും. ഒരു 30 lakh ഇൻവെസ്റ്റ്മെന്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഷുവർ. കോൺസെപ്റ്റ് വിജയിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഈ പറഞ്ഞ എൻ്റർപ്രണർഷിപ്പ് സ്കിൽസും എൻ്റർപ്രണർഷിപ്പ് ഡ്രൈവും മുന്നോട്ട് വരട്ടെ. വേറെ പ്രോഡക്ട്സിലേക്ക് ഇതുപോലെ പുതിയ കോൺസെപ്റ്റ്സിലേക്ക് നീങ്ങാനുള്ള ഒരു ഊർജ്ജം തരട്ടെ എന്ന് പറയാം. താങ്ക് യു സർ. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ വലിയ ഒരു നേട്ടത്തിലേക്ക് പോകട്ടെ, മുന്നോട്ട് പോകട്ടെ. കുറച്ചുകൂടിയൊക്കെ ക്ലാരിറ്റി വരാനായിട്ട് സഹായിച്ചോ ജഡ്ജസിന്റെ ഒപ്പീനിയൻ? ഓക്കെ, നമുക്ക് കിട്ടുന്ന എല്ലാ ഒപ്പീനിയൻസും നമുക്ക് ഒരു ഉപകാരപ്പെടുന്നതാണ്. ഓൾ റൈറ്റ്. സോ യെസ്, നമ്മുടെ ഒമർ സാർ പറഞ്ഞതുപോലെ നിങ്ങൾ ആരായിരിക്കും ആ ഒരു PR അല്ലെങ്കിൽ ആരായിരിക്കും MD CEO എന്തൊക്കെ തീരുമാനിക്കാനായിട്ട് ഇത് സഹായിക്കുമോ? ഓഹോ, സഹായിക്കും. ഓഫ് കോഴ്സ് അല്ലേ? സോ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. സോ വിഷിംഗ് യു വൺസ് അഗൈൻ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ആരായിരിക്കും എയ്മർ മീഡിയ വൺ യങ് CEO? മത്സരം മുറുകുകയാണ്. നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ബൈ.